വളരെയേറെ സന്തോഷം. ഒരു ചിങ്ങമാസ പുലരിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പുത്തൻ പ്രതീക്ഷകളും പുതിയ ഗോളുകളുമായി എല്ലാവരും സന്തോഷത്താൽ എന്താ പറയാ അല്ലെ, രാവിലെ ഓൺ ചെയ്തപ്പോ ഗുഡ് മോർണിംഗിന്റെ അലൈഡികളായിരുന്നു. എന്തായാലും പല ജില്ലകളിൽ നിന്നും പല ഏരിയയിൽ നിന്നും എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂടാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം. അതിന് സാഹചര്യം ഒരുക്കി തന്ന സർവേശ്വരനിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം പ്ലീസ്. ഓക്കെ, താങ്ക് യു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് യൂനുസ്. സ്വദേശം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. കുറച്ച് നാളുകളായിട്ട് ഈ ബയോട്രം ഫാമിലിയായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. വളരെയേറെ സന്തോഷം. കാരണം കൊടുക്കുന്നവർക്കെല്ലാം റിസൾട്ട് കിട്ടുന്ന, കൊടുക്കുന്നവരെല്ലാം ദൈവതുല്യരായി കാണുന്ന ഒരു പ്രൊഡക്റ്റും അതോടൊപ്പം ഒരു പ്രൊജക്റ്റും കയ്യിൽ കിട്ടി. അതുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഉപയോഗിച്ച റിസൾട്ടുകളോ ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ടുകളോ അതല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് കിട്ടിയ റിസൾട്ടുകളോ ആണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. സംസാരിക്കണം കാര്യങ്ങൾ ഓരോന്നും. അവർക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ കൊടുത്തവർക്ക് അവിടെ എന്ത് റിസൾട്ടാണ് കിട്ടിയത്, എങ്ങനെ നമുക്ക് ഇടപെടാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അപ്പൊ ഓരോരുത്തരും അവരുടെ പേരും സ്ഥലവും പറയുക, എന്നിട്ട് പ്രൊഡക്റ്റിന്റെ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകൾ പറയുക. ഫസ്റ്റ് ആരാണ് വരുന്നത്? പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാട് ജില്ല തേങ്കുറിശ്ശി. എൻ്റെ ലീഡർ പർവജ മാഡം, അതോടൊപ്പം സെന്തിൽ സിയും, കൊയ്യാമ്പാറ, പാലക്കാട് ജില്ലയിലെ കൊയ്യാമ്പാറ. ഞാൻ 1-2 പേർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിരുന്നു. റിസൾട്ട് ഉണ്ട്. പക്ഷെ എൻ്റെ അനുഭവം പറയാം. ഞാൻ വാട്ടർ എൻജി പാഡിന് എൻ്റെ മുട്ടുംകാല് വേദനയായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ടോയ്ലറ്റിലിരുന്ന് എണീക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ 3 ദിവസം നൈറ്റ് 1 അവർ മാത്രം കെട്ടിയിരുന്നു. പൂർണ്ണമായിട്ടും എൻ്റെ വേദന മാറി. ഞാൻ ഈ ബയോട്ടോറിയത്തിനോടും ഇതിനെ പ്രൊമോട്ട് ചെയ്ത ആ ഗുരുക്കന്മാരോടും നന്ദി പറയുന്നു. ജയ് ഈ ബയോട്ടോറിയം. സൂപ്പർ. ഏറ്റവും മുന്നിലേക്ക് വന്ന മാഡത്തിനെ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഓരോരുത്തരോരുത്തർ ചാടി വായോ. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് പറയൂ മാഡം. അമ്പിളി മാഡം. ഞാന് കഴിഞ്ഞ കുറച്ച് സമയത്തിന് മുന്നേ ഒരു 14 വയസ്സായ ഒരു കുട്ടിക്ക് മൈഗ്രെയിന്റെ പ്രോബ്ലം. കുട്ടീന്റെ മൈഗ്രെയിന് മാത്രമല്ല, കുട്ടിക്ക് ബോധം പോയ ഒരവസ്ഥയായിരുന്നു. ആ ഒരവസ്ഥയിൽ അമ്മേനെ അറിയില്ല, തിരിച്ചറിവില്ല, എല്ലാം പോയ ഒരു സമയമായിരുന്നു. ഒരു വ്യക്തി ഒരു മുന്നിൽ നിന്നാൽ ഇതാരാന്നുള്ള തിരിച്ചറിവില്ലാത്തൊരു സമയത്തായിരുന്നു രാമനാട്ടുകര സ്വദേശി ഷൈനി മാഡത്തിന് ആണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തത്. മാഡത്തിന് കയറിയിട്ടില്ല. മാഡത്തിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കയറാൻ പറ്റാത്തത്. ആ ഒരു സമയത്ത് ഈ ഒരു കുട്ടിക്ക് ഒരുപാട് ചികിത്സ ചെയ്തു. കാരണം അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഈ ഒരു അബോധാവസ്ഥയിൽ കുട്ടിക്ക് പെട്ടെന്ന് തലചുറ്റി വീണതായിരുന്നു. ആ സമയത്ത് നമുക്ക് തന്നെ അറിയാം, പെട്ടെന്നൊരു ആഘാതത്തില് മൈൻഡ് നഷ്ടപ്പെടുക എന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും വിഷമകരമായ കാര്യം തന്നെയാണ്. ആ ഒരു സമയത്താണ് ഈ പ്രൊഡക്റ്റ് കൊടുത്തത്. അച്ഛന് വിശ്വാസമില്ലായിരുന്നു. അച്ഛന് വിശ്വാസം ഇല്ലാതായിട്ടും എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ്, അന്ന് 7400 പ്രൊഡക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ 8400 വെച്ച് സെക്കൻഡ് സ്റ്റേജിലാണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്. ആ സമയത്താണ് കൊടുത്തത്. പല പ്രാവശ്യം ഞാൻ ഈ ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നത് തന്നെ പുതിയതായിട്ടാണ്. അതുകൊണ്ടാണ് അവർ റിസൾട്ട് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒരുപാട് ചികിത്സ ചെയ്തു. MRI ചെയ്തു. ഡോക്ടേഴ്സിനൊന്നും അസുഖം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ അവരെ കൈകളിലേക്ക് എത്തിച്ചു. കൃത്യമായിട്ട് ആ കുട്ടി യൂസ് ചെയ്യൽ തുടങ്ങി. പക്ഷെ അപ്പോഴും അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഇത് ഉപയോഗിച്ചാൽ എങ്ങനെയാ മാറുക, കുട്ടീന്റെ ബോധം തിരിച്ചു വരിക. ഒരുപാട് വലിയ വലിയ മെഡിക്കൽ കോളേജിൽ വരെ പ്രൊഫസർമാരെ കാണിച്ചിട്ട് പോലും അസുഖം കണ്ടെത്താതെ ഇതെങ്ങനെ മാറുക എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവനിശ്ചയം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഇത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ, ഉള്ളിലേക്ക് ഒന്നും ഇല്ലല്ലോ കഴിക്കാൻ, കുട്ടിക്ക് ധൈര്യമായിട്ട് കൊടുത്തോണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ കൃത്യമായിട്ട് ആ കുട്ടി ഉപയോഗിക്കൽ തുടങ്ങി. വെറും 14 ദിവസം കൊണ്ട് കുട്ടി അമ്മേനെ തിരിച്ചറിഞ്ഞു എന്നാണ് ഈ സത്യാവസ്ഥ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്. കാരണം അമേസിംഗ് ആയിട്ടുള്ള ഒരു 14 വയസ്സായ ഒരു കുട്ടിക്ക് അച്ഛന് അത്രയും സമയങ്ങൾ അച്ഛൻ ആരാ അമ്മ ആരാന്ന് തിരിച്ചറിഞ്ഞൊരു കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് അവരൊക്കെ മറക്കാന്ന് പറയുമ്പോഴേ ആരെയും തിരിച്ചറിയില്ല. ആ കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു സമയത്താണ് ഞാൻ ആ പ്രൊഡക്റ്റ് കൊടുത്തതും ദൈവമായിട്ട് ആ കുട്ടീനെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇന്ന് കുട്ടി +2 കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മയ്ക്കുള്ള ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ കോവിഡിന് ശേഷം ദശവളർച്ച പോലെ മൂക്കിന് അടവായിരുന്നു. ഇങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അമ്മേനോട് ചോദിച്ചു, നീ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ യൂസ് ചെയ്യലുണ്ട്, പക്ഷെ നിനക്കൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്ക് തന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു സംഭവം. എന്താന്ന് വെച്ചാല് സംസാരിക്കുമ്പം ഈ മൂക്കടഞ്ഞിട്ട് ആ ഒരു രീതിയിലെ ജലദോഷം പിടിച്ച പോലെ. പക്ഷെ ആ സംസാരം നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ആ ജലദോഷത്തിന്റെ മാറ്റം. അപ്പോഴാണ് ആ കുട്ടീന്റെ അമ്മ തന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാറ്റം വന്നത് എന്നുള്ള തിരിച്ചറിവ് വന്നത്. അപ്പൊ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ ഒരു അടുത്ത നിമിഷങ്ങളിൽ ഞങ്ങൾ കൊടുത്ത റിസൾട്ടാണ്. ഫോട്ടോ സഹിതം ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷത്തോളമായി ആക്സിഡന്റ് ആയിട്ട് ഒരു വ്യക്തി കാലിന് രക്തോട്ടില്ലാഞ്ഞിട്ട് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇയാളെ കണ്ടത്. നമുക്കറിയാലോ, എവിടെ പോയാലും നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ ചെന്നാലും, ഞാൻ ബസ്സിലായാലും എപ്പോഴായാലും ഞാൻ അതിനായിട്ട് ഒരു ബ്ലൂ കളറിലുള്ള റിസ്റ്റ് ബാൻഡ് ആണ് കയ്യിൽ ധരിച്ചിരിക്കുന്നത്. കാരണം ആൾക്കാർ കാണട്ടെ എന്ന് വെച്ചിട്ട്. ആ ഒരു സമയത്ത് ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ അവരെ വീട്ടിലേക്ക് നേരിട്ട് പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് ഇരുന്നുകൊണ്ട് സംസാരിച്ച് പ്രൊഡക്റ്റ് കൊടുത്ത്. പക്ഷെ അദ്ദേഹത്തിന് മാറ്റം വന്നതെന്ന് വെച്ചാൽ 12 ദിവസം കൊണ്ട്, സത്യമായിട്ടുള്ള വാക്കാണ്, നമ്മളെ അമേസിംഗ് റിസൾട്ട് ആയിട്ട് കിട്ടിയതാണ്. 12 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ കളറിന് മാറ്റം വന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കുമ്പോൾ വിക്കല് വരികയാണ്. അതായത് മുഴുവൻ ബോഡി എന്താ പറയാ വെന്റിലേറ്ററിലും അങ്ങനെ ഒരു വർഷത്തോളം കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു. സംസാരിക്കാൻ വേണ്ടിയിട്ട് വിക്കലില്ലാതെ സംസാരിക്കാൻ കഴിയുക. അതുപോലെ നടക്കുമ്പോഴൊക്കെ വിറയലായിരുന്നു അദ്ദേഹത്തിന്. അതിനൊക്കെ മാറ്റം കിട്ടിയെന്ന് അദ്ദേഹം പറയും. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരും, എനിക്കിത് ഒരു 10 ആളോട് സ്റ്റേജിൽ കയറി പറയണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ഇത്രയും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പതിഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ ഞാൻ പറയുന്നത് സൗണ്ട് പോയി മേഡം, സൗണ്ട് പോയി. ഓക്കെ സൂപ്പർ. തീർച്ചയായും ദൈവത്തിന്റെ കയ്യപ്പുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അമ്പിളി മാഡം, നെക്സ്റ്റ്. എല്ലാവരും മത്സരിച്ച് വായോ. ഗുഡ് മോർണിംഗ്, ഐ എം ഡോക്ടർ ഫ്രം പത്തനാപുരം. അപ്പൊ ഇന്ന് നിങ്ങൾ എന്നെ അതിശയിപ്പ്, ഈ ബയോടെറി ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്കൊന്ന് 16-17 മാസമായി. ഇന്നലെയാണ് എനിക്കൊരു അമേസിങ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നലെ. പക്ഷേങ്കിൽ അത് മറക്കാൻ പറ്റാത്ത റിസൾട്ടാണ്. അതിന് മനോജ് സാർ കൂടെ ഇന്നലെ സാക്ഷിയാണ്. മനോജ് സാർ ഇന്നലെ കൊട്ടാരക്കര മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇത് ഈ കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ വീട്ടിൽ വന്ന് ഒരു മാത്യൂസിന്റെ ഒരു ഫ്രണ്ടാണ്, ഒരു പാസ്റ്റർ വന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഡബിൾ വാങ്ങിച്ചു, ഭാര്യയ്ക്കും ഭർത്താവിനും. ഈ പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചില്ലറക്കാരനല്ല, നല്ലൊരു MBA കാരനാണ്. അവർ 64 വയസ്സ്. അപ്പൊ ആദ്യമേ ഇപ്പൊ AG എന്ന് പറഞ്ഞൊരു സഭയുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ക്രിസ്ത്യൻസിന് അറിയാം. അതിൻ്റെ അകത്തൊരു പാസ്റ്റർ, നല്ല ബൈബിളിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. അപ്പൊ പുള്ളിക്ക് ആദ്യത്തെ പുള്ളിയുടെ ഹിസ്റ്ററി പറഞ്ഞാൽ തന്നെ നമ്മുടെ അത് ഒരു 2 മിനിറ്റ് ഞാൻ എടുക്കും, അതുകൊണ്ട് പറയാം. കാരണം അത് എല്ലാവർക്കും ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും അത്. പുള്ളി നല്ല എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പുള്ളി ഒരു ആശ്രമത്തിൽ ബൈബിൾ പഠിക്കാൻ പോയി. ബൈബിൾ പഠിപ്പിച്ച് 1.5 വർഷം കഴിഞ്ഞുകൊണ്ട് ജീസസിനെ അറിയാൻ പോയി. 1.5 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജീസസിനെതിരായി നിരീശ്വരവാദിയായിട്ട് തിരിഞ്ഞു. അതാണ് വലിയ വിചിത്രം. എന്നിട്ട് പിന്നെ പുള്ളി നിരീശ്വരവാദിയായിട്ട് കുറച്ചാൾ കഴിഞ്ഞു. പിന്നെ ജീവിതം ഗൾഫിലൊക്കെ പോയി, നല്ല കമ്പനിയിലൊക്കെ ജോലി ചെയ്തു. പിന്നെ അദ്ദേഹം വീണ്ടും ദൈവഭാഗത്തേക്ക് വന്ന് വീണ്ടും ഉപദേശിയായി, പാസ്റ്ററായി.
ഇപ്പം ഇതില് തിയോളജിയില് PhD എടുക്കാനായിട്ട് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് അയാളുടെ ഒരു ചരിത്രം. 2 മക്കളുണ്ട്, 2 വെളിയിലാണ്. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, ഷോർട്ടാണ്. അപ്പം ഈ പുള്ളിയെ പറ്റി എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. മാത്യൂസ് കൊണ്ടുവന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ പുള്ളി പറയുന്നത് എന്നെ ശരിക്കും അറിയാം, എപ്പോഴും എന്നെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ വന്നിരുന്നു, പ്രൊഡക്റ്റ് ഒക്കെ സംസാരിച്ചു. ഉടൻ തന്നെ ഗൂഗിൾ പേ ചെയ്തു, വാങ്ങിച്ചോണ്ട് പോയി അവിടെ പുള്ളി യൂസ് ചെയ്തു. അന്നേരം പുള്ളിക്ക് 6 വർഷം കൊണ്ട് പാർക്കിൻസൺസ് ഡിസീസാണ്. അപ്പൊ ഒരുപാട് ഡോക്ടർമാർ കൊല്ലത്തെയും ട്രിവാൻഡ്രത്തെ അനന്തപുരിയിലും ഒക്കെ ഡോക്ടർമാർ ചികിത്സ ചെയ്തിട്ട് മാറിയിട്ടില്ല. അപ്പം പിന്നെ കിംസിൽ പോയി, കോഴിക്കോട് കിംസിൽ പോയി. കിംസിൽ പുള്ളി പത്രാപുരത്തുനിന്ന് ട്രെയിൻ കയറി തന്നെ കിംസിൽ പോയി, രാത്രി അവിടെ പോയി, അവിടെ ഇറങ്ങി രാവിലെ തിരിച്ച് ഡോക്ടറെ കണ്ടിട്ട് വരും. അപ്പൊ അവിടെ ഒരു സ്പെഷ്യലായിട്ട് ഇതിനായിട്ടുള്ള ഡോക്ടറുണ്ട്. അയാളുടെ ഗുളികയില് 3 ഗുളിക കൊടുക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട്. ഓരോ മാസവും പോയി ചെക്ക് ചെയ്യണം. അപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിന് തിന്നില്ലെങ്കിൽ കൈ വിറയ്ക്കും, ദേഹം ഭയങ്കരമായിട്ട് ചന്നി വരുന്നവരുടെ കൂട്ട് വിറയ്ക്കും. അന്ന് 2 പേര് പിടിച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ റിക്കാർഡ് ടെസ്റ്റ് പണിയാ. എന്നാ പാസ് തന്നെ പറഞ്ഞാട്ടെ. താങ്ക് യു. ഞാനൊരു 6 വർഷം പാർക്കിൻസൺ രോഗിയാണ്. 4 വർഷം കൊണ്ട് വളരെ സിവിയറാണ്. എങ്കിൽ തന്നെയും സംഗതി അവസാനം പലയിടത്ത് പോയി, അവസാനം കോഴിക്കോട് നിംസിൽ പോയി. അല്പ ആശ്വാസം എന്ന് പറയാൻ മരുന്ന് കഴിക്കുമ്പോൾ ആശ്വാസമായിരുന്നു. എന്നാൽ 4 ദിവസം, അപ്പം 4 ദിവസമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മുതല്, മിനിഞ്ഞാന്ന് മുതല് ഉച്ചക്കത്തെ മെഡിസിൻ നിർത്തി. യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഇന്നലെ വൈകിട്ട് 9:30 ആയിട്ടാണ് മെഡിസിൻ കഴിച്ചത്. ആശ്വാസമുണ്ട്. ആശ്വാസം. ഇന്നലെ വൈകിട്ട് 9 മണിക്ക് കഴിച്ചിട്ടും യാതൊരു പ്രയാസങ്ങളും ഇല്ല. ശാന്തമായി വിശ്രമിക്കുന്നു, ഉറക്കം ലഭിക്കുന്നു. എല്ലാവരോടും വിശേഷാൽ എന്നെ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തിയ മിസ്റ്റർ മാത്യൂസ് ഉണ്ട് പത്തനാപുരത്തുള്ളത്, ഡോക്ടർ രാജുവുമായിട്ട് പരിചയപ്പെടാനിടയായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്നിരുന്നാലും അദ്ദേഹത്തിന് നേരിട്ട് കേൾക്കാൻ സാധിച്ചു, വളരെയേറെ സന്തോഷം. അടുത്തയാൾ വരൂ. എന്നോട് എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ കളമശ്ശേരിയിലാണ്. യൂണിവേഴ്സിറ്റിയും അഭിലാഷയും കൂടിയാണ് എന്നെ ഈ പഠനത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വളരെ വളരെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അത്രയും കൂടുതൽ ഓരോ ദിവസം ഓരോ ആൾക്കാരിലേക്ക് ഈ പഠനം പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുന്നുണ്ട്, നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം എൻ്റെ റിസൾട്ട് പറയാം. പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്കൊരു 6 വർഷമായിട്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമൊക്കെ ഉണ്ടായിരുന്നു, കൈകാല് വേദനയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കാലുമുട്ട് വേദന, യൂറിനറി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെരിക്കോസ് വെയിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച 1 മാസത്തിനുള്ളിൽ എനിക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ പരിഹാരമായി. ഇപ്പൊ നല്ല ആരോഗ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്, വളരെ നല്ല ആരോഗ്യത്തില്. യാതൊരുവിധ മരുന്നുകളും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. പിന്നെ അതുകൂടാതെ എൻ്റെ വൈഫും മക്കളൊക്കെ വളരെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വളരെ മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുകയാണ്. എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും എന്താ വെച്ചാൽ പുതിയ ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനിത് ഹാളില് നമുക്കൊരു ഇത് കിടപ്പുണ്ട്, ദിവാൻ കോട്ട് കിടപ്പുണ്ട്. ദിവാൻ കോട്ടിൽ ഞാൻ എന്ത് ചെയ്തു, എന്റെ ബെഡ്റൂമിലത്തെ ഞാൻ എന്റെ മാട്രസും പാഡും എടുത്തിട്ട് ഞാൻ ദിവാൻ കോട്ടിലും കിട്ടും. എന്നിട്ട് ഹാളിൽ ഞാൻ അങ്ങോട്ട് കിടത്തായി. വേറെ ഒന്നല്ല, അവര് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇവരെപ്പോഴും TV വന്ന് കാണുന്നതും ഹാളിൽ കിടക്കുന്നതും വിശ്രമിക്കുന്നതും അല്ലെങ്കിൽ മൊബൈൽ കാണുന്നതൊക്കെ എപ്പോഴും ഈ ദിവാങ്കോട്ടി കിടന്നിട്ടാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ എന്താ, 1 മണിക്കൂറോ 2 മണിക്കൂറോ കിടക്കുകയാണെങ്കിലും അതിന്റെ ആ ഒരു ഗുണം അവർക്ക് ലഭിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വൈഫിന്റെ കാലിന്റെ ശരീരത്ത് മൊത്തം നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഓൾറെഡി മാഗ്നറ്റൈസ് വാട്ടർ നന്നായിട്ട് കുടിക്കുമായിരുന്നു. അപ്പൊ ആ കുടിക്കുന്ന സമയത്ത് എന്താ, ഒപ്പം മാട്രസും കൂടി കിടക്കാൻ തുടങ്ങിയപ്പോ നീരും സംഭവങ്ങളൊക്കെ മാറുന്നതായിട്ട് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എണീക്കാനും പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ചാടി അടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വേറെ കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ അടുത്ത് എനിക്ക് ഒരു
വല്ലാത്തൊരു ശരീരത്തിന് ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വയറിന് എന്തൊരു കംഫർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചതിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തൊരു ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം, ശരീരത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ മൊത്തം ശരീരത്തങ്ങോട്ട് പറ്റി, വയറ്റിലും പറ്റി. എന്നിട്ട് നമ്മുടെ പില്ലോ പാഡ് എടുത്ത് ഞാൻ വയറ്റിലങ്ങ് വെച്ചു. വെച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിലൊരു വല്ലാത്ത വിമ്മിഷ്ടമായിരുന്നു എനിക്ക്. വിത്തിൻ സെക്കൻഡ്സ്, ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അതങ്ങ് മാറി. ഇപ്പൊ അടുത്ത് കിട്ടിയ റിസൾട്ട് ആയിരിക്കും പറയുന്നത്. പിന്നെ അതുകൂടാതെ ഞാൻ പട്ടാമ്പിയിൽ ഞാൻ വർക്കിന് പോയിരുന്നു. അപ്പൊ അത് എനിക്ക് ആ ഒരു കുട്ടിക്ക് ഒരു സ്പോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ സ്പോട്ടായിട്ട് കുഴഞ്ഞു വീണ ആൾക്കാര് നമ്മൾ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടി കൊടുത്തപ്പോൾ നല്ല രീതിയിലായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. പക്ഷെ എനിക്ക് സ്പോട്ട് റിസൾട്ട് കിട്ടിയത് ആ ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പട്ടാമ്പിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി തല ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുക. അത്ര തലവേദനയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സംഭവം ഒന്നില്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലകറക്കോ മറ്റെന്തെങ്കിലും പ്രശ്നം. അപ്പൊ ഞാൻ അടുത്ത് കുട്ടിയുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ചോദിച്ചു എന്താ പ്രശ്നം മോനെ, ഇതെന്താ കുട്ടി കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അത് ആ കുട്ടിക്ക് മൈഗ്രെയിൻ ഉണ്ട്, വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ, ഇപ്പൊ വല്ലാതെ കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉടനെ തന്നെ നമ്മുടെ റിസ്റ്റ് ബാൻഡ് എടുത്ത് കൈ കെട്ടി കൊടുത്തു. ഇത് കെട്ട് മോനെ, ഇത് കെട്ടാന്ന് പറഞ്ഞപ്പോ അവര് കെട്ടി. പിന്നെ നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ എടുത്ത് കൈ കൊടുത്തു. ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് പോലും ആയില്ല. ഈ കുട്ടി അല്ലെന്നുണ്ടെങ്കിൽ പട്ടാമ്പിയിൽ നിന്ന് തീർച്ചയായിട്ടും എറണാകുളം വരെ ഈ കുട്ടി ആ തലവേദന വെച്ച് യാത്ര ചെയ്യേണ്ട ആളായിരുന്നു. പക്ഷെ 5 മിനിറ്റ് പോലും ആയില്ല, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ആ കുട്ടി നല്ല സുഖത്തിൽ വന്നു. അതുപോലെ ഇഷ്ടംപോലെ ധാരാളം റിസൾട്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു നിർത്താണ്, വേറെ ഒന്നല്ല, പുതിയ ആൾക്കാർക്ക് അവസരം വേണം. പുതിയ പുതിയ റിസൾട്ട്സ് ഇങ്ങോട്ട് വരട്ടെ, പുതിയ പുതിയ ആൾക്കാർ സംസാരിക്കും. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ബയോട്ടോറിയം നമുക്ക് ദൈവം തന്ന വരമാണ്. നമുക്ക് ദൈവം തന്ന എന്താ പറയാ, എനിക്ക് വാക്ക് കിട്ടുന്നില്ല, നമ്മുടെ ഭാഗ്യമാണ് ഈ ബയോട്ടോറിയം. നമ്മുടെ സാഗർ ജോഷി സാറിനും നമ്മുടെ എല്ലാ മനോജ് സാറിനും എല്ലാ ലീഡേഴ്സിനും എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഷാജി സാർ. കുമാർ സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ലീഡേഴ്സ്. എൻ്റെ പേര് സെന്തിൽകുമാർ. ഞാൻ പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറയിലാണ് താമസം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ബയോട്ടോറിയം നല്ല രീതിക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ ഈ 3 വർഷത്തിന്റെ ഇടയ്ക്കിൽ 100 കണക്കിന് റിസൾട്ടുകൾ, നല്ല നല്ല ഹൈ റിസൾട്ടുകളെല്ലാം എൻ്റെ ഗ്രൂപ്പിലുണ്ടെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പർവജ മാഡം, കുറച്ചു മുമ്പ് സംസാരിച്ച സുജാത മാഡം, ഇവർ രണ്ടുപേരുടെ ടീമിന് വേണ്ടി കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചെറിയ എക്സ്പീരിയൻസ് മാത്രം ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അതില് ഒരു നെറ്റ്വർക്ക് ചെയ്യുന്ന ലീഡറാണ്, കമ്പനി പേര് പറയുന്നില്ല, ആ വ്യക്തിയാണ് ഞങ്ങളെ കൊണ്ടുപോയി ആ ഒരു വീട്ടിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ഒരു ദയനീയമായ അവസ്ഥ. കാരണം വീട് പണി പകുതിക്ക് വെച്ച് നിർത്തിയ ഒരു വീട്, ഒരാൾ അവിടെ തളർന്നു കിടക്കുന്നുണ്ട്. പിന്നെ അവരുടെ വൈഫും അതുപോലെ തന്നെ വൈഫിന്റെ അച്ഛനും എല്ലാം അടങ്ങുന്ന ഒരു ഫാമിലിയാണ്, മക്കളൊക്കെ ഉള്ള ഫാമിലിയാണ്. ആ വീട് പണി നിന്നതിന്റെ തന്നെ ദയനീയത കണ്ടാൽ തന്നെ തോന്നും. അപ്പൊ അതിന്റെ ദേഷ്യത്തില് ഞങ്ങളെ കണ്ടപ്പോ തന്നെ ആള് പറഞ്ഞു, ഈ പരിപാടിയൊന്നും ഇവിടെ വേണ്ട, ഇതെല്ലാം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ലക്ഷങ്ങൾ ചെലവാക്കി മടുത്ത് നിൽക്കുകയാണ്, ഈ പരിപാടി കൊണ്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് എനിക്ക് സമയം തന്നാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി വന്നതല്ല, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞു. ആള് പറഞ്ഞു എനിക്ക് സമയമില്ല, തീരെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോയിക്കോളെന്ന് പറഞ്ഞു. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോയിക്കോളാം. ലേശം ചൂടായ ഭാവത്തിൽ തന്നെ പറഞ്ഞു അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോയിക്കോളെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വൈഫും അമ്മയും കുറച്ചു നേരം നിന്നു. അവർക്കെല്ലാം മനസ്സിലാക്കി കൊടുത്തു. ആ ഡെമോ കാണിച്ചു കൊടുത്തു. ഒരു മിനിറ്റിനകം തന്നെ അവരുടെ വൈഫ് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഈ സ്ട്രോക്ക് വന്ന ആൾക്ക് ശരിയാകുമോ ചോദിച്ചു. സ്ട്രോക്ക് വന്ന ആൾക്ക് ശരിയാകുമല്ലോ, ഒരുപാട് റിസൾട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കിയതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു 10,000 കൂടെ ചെലവാക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 10 മിനിറ്റ് സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ വന്ന് എൻ്റെ ഒരു 250 500 വരുമാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇതൊരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് ഞങ്ങൾ പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത്തരത്തിലൊരു പ്രോഡക്റ്റ് മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. ദയവ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇരിക്കും. കാരണം ആ വ്യക്തിയുടെ കിടപ്പും ആ ദയനീയ അവസ്ഥയും കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി അച്ഛൻ തിരക്ക് പിടിച്ച് പോയി കഴിഞ്ഞു. അപ്പൊ ഇവർക്കും പിന്നെ മോളിനെ വിളിച്ചു, +2 പഠിക്കുന്ന കുട്ടിയാണ് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ അച്ഛന് എണീറ്റ് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഞാൻ പൂർണ്ണമായിട്ട് ഗുണമാകുമെന്ന് ഞാൻ പറയില്ല, എന്നാൽ ഈ കിടപ്പെന്നൊന്ന് മാറ്റം വരും, അതിന് ഒരു 10,000 ചെലവാക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് കേൾക്കുക, അതുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ മടക്കി വെച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവർ തയ്യാറായി. അതിനുശേഷം മോൾക്കും അമ്മയ്ക്കും ഡെമോ കൊടുക്കുമ്പോൾ ലേഡീസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പർവ്വതമ്മയുടെ അവരൊക്കെ ഉണ്ടായിരുന്നു. ആ ഡെമോ കൊടുത്തോടുകൂടി അവർക്കൊരു തോന്നി, 1 മിനിറ്റ് കൊണ്ട് ഈ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് തീരുമാനിച്ചു. അങ്ങനെ അച്ഛൻ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ വന്നു. അച്ഛൻ വന്ന് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. കാണാൻ വേണ്ടി പോയി ആ തിരക്ക് പിടിച്ച് സമയമില്ലാത്ത അച്ഛനാണ് വിളിച്ചിട്ട് എന്നെ പറഞ്ഞു ഒന്ന് കാണണം എന്ന് പറഞ്ഞു. കാണണം എന്ന് പറഞ്ഞ ആള് പറഞ്ഞു 5 കൊല്ലമായിട്ട് എന്റെ കൈ പൊങ്ങുന്നില്ല, ഒരു പരിധി കഴിഞ്ഞ് പൊങ്ങുന്നില്ല. ഇത് പൊങ്ങണമെങ്കിൽ ഞാൻ ഇപ്പൊ പൈസ ഒന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ ചാലഞ്ച്. അപ്പൊ ഞാൻ ഉടനെ ആ റെസ്റ്റോറന്റ് ഒരു വലിയ പഴയ മോഡലിലുള്ള റെസ്റ്റോറന്റ് കയ്യിൽ കെട്ടി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, കുറച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുക്കണമെന്നേ ഇല്ല, എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു കമ്മീഷൻ തരും. അതായത് കമ്പനി കൊടുത്തിട്ടുള്ള പരസ്യത്തിനും ഇടത്തട്ടുകാർക്കും വേണ്ടിയുള്ള ഒതുക്കുന്ന പൈസന്റെ ഒരു അംശമാണ് എനിക്ക് കിട്ടുക. അല്ലാതെ ഞങ്ങളിത് കൊണ്ട് തന്നിട്ട് ഇതുകൊണ്ട് കഞ്ഞി വെക്കേണ്ട ഒരു ഗതികേടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു സേവനം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇതുപോലെ വേഗം കൊണ്ട് വന്നതാണ്. അല്ലാതെ എനിക്കിത് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി വന്നല്ല, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കയ്യിൽ കെട്ടിയത് കുറച്ചെങ്കിലും മാറ്റം വന്നാൽ ഞാൻ ഉറപ്പായിട്ട് ഇപ്പൊ പൈസ ഒന്ന് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് കൈ പൊക്കാൻ പറഞ്ഞു. കൈ പൊക്കി ഇപ്പൊ 6 വർഷത്തിന് ശേഷമുള്ള കൈപൊക്കൽ പൊക്കിയതോടുകൂടി ആള് പറഞ്ഞു ഇതിലെന്തോ മാറ്റം ഉണ്ടല്ലോ പറഞ്ഞു. അതാണല്ലോ മലയാളത്തിൽ പറഞ്ഞത്. ഇത്രയും ദിവസം 2 ദിവസം ഞാൻ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞപ്പോ നിങ്ങൾ മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ഇത്രയും മഹത്തുള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ എന്തെല്ലാമോ ചെലവാക്കി കാണും, ലക്ഷങ്ങൾ ചെലവാക്കി, അതെല്ലാം പോട്ടെ. ഡോക്ടർമാർ എന്തായാലും നരമ്പകത്ത് ഇഞ്ചക്ഷൻ ചെയ്ത് ആ ഒരു തടസ്സം മാറ്റാൻ പറ്റില്ലല്ലോ. ഈ മാഗ്നറ്റിന്റെ പവർ കൊണ്ട് ആ തടസ്സങ്ങൾ മാറും. ആ മാറിയതിന്റെ തെളിവുകളാണ് 100 കണക്കിന് ആൾക്കാരുടെ തെളിവുണ്ട്. അപ്പൊ അതിൽ 1-2 കോണ്ടാക്ട് ഞാൻ കൊടുത്തിരുന്നു. അവരെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഈ വ്യക്തി എന്നെ വിളിച്ചത്. അങ്ങനെ ആൾക്ക് സ്വന്തമായിട്ട് 20 മിനിറ്റിനകം തന്നെ ഇത് വന്നതോടുകൂടി, ആ മാറ്റം വന്നതോട് കൈ നന്നായി പൊക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി 1-2 ദിവസം കണ്ടിന്യൂ ഇത് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കൈ പഴയ പോലെ ജോലിക്ക് പോകാൻ പറ്റും, ഉറപ്പായിട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. ആൾക്ക് ഭയങ്കര ഹാപ്പി. എന്നോട് എതിർത്തുന്നൊക്കെ പറഞ്ഞു, ഒരുപാട് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളറിയാത്ത ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് കണക്കാക്കിയാൽ മതി. നമ്മൾ അറിയുന്ന എല്ലാ ലോകം അറിയാത്ത അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ തയ്യാറാകുക, മനസ്സിലാക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ എനിക്ക് ആ കമ്മീഷൻ കിട്ടാൻ വേണ്ടി മാത്രമല്ല. കമ്മീഷൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ഉപയോഗിച്ചു. ആ വ്യക്തിക്ക് ആ കിടക്കുന്ന മരുമോനും ആ കയ്യിൽ കെട്ടിക്കൊടുത്തു. ഭയങ്കര ഹാപ്പിയായി. ആ ബെഡെല്ലാം വിരിച്ച് എല്ലാം സെറ്റാക്കി കൊടുത്തു. വളരെ സന്തോഷം. വൈകുന്നേരത്ത് വിളിച്ചു, ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ മാറ്റം 2 മണിക്കൂറിൽ ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു 20-25 ദിവസം വരെ കണ്ടിന്യൂ ആയിട്ട് ഒരു മാറ്റമില്ലാതെ ഉപയോഗിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഉറപ്പിച്ച് പറഞ്ഞു. വളരെ സന്തോഷം. അത് ആ വ്യക്തിയുടെ അച്ഛന്റെ കയ്യിൽ മാറിയതോടെ പറഞ്ഞു എന്റെ അളിയനുണ്ട്, എന്റെ ചെറിയച്ഛനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ലിസ്റ്റ് പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ നോക്കാം, ഇപ്പൊ നിങ്ങളുടെ കാര്യം നോക്കിയെന്ന് പറഞ്ഞിട്ട് വന്നു. വളരെ സന്തോഷം. പൈസ അപ്പം തന്നെ എടുത്ത് തന്നോള്. ഞാൻ അതിന്റെ ഒരു സന്തോഷത്തോടു കൂടി ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. എന്റെ കൂടെ വന്ന പർവജ മാഡം, അതുപോലെ തന്നെ സുജാത മാഡം, കുറച്ച് മുമ്പ് പറഞ്ഞ സുജാത മാഡം പാലക്കാട്, ഇവർ 2 പേരുടെ വർക്കിന് വേണ്ടി ഞാൻ ഈ സംസാരിച്ചത്. ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ മാറ്റം വന്ന് പ്രോഡക്റ്റ് അപ്പം തന്നെ സ്പോട്ടിൽ ആൾ പറഞ്ഞ പോലെ തന്നെ എടുത്തു. അപ്പൊ ഇതുപോലെ 100 കണക്കിന് എക്സ്പീരിയൻസ് എന്റെ വശമുണ്ട്. ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ധൈര്യത്തോടെ പറയാനും മനസ്സിൽ കാണിച്ചാൽ ഒരുപാട് വ്യക്തികൾക്ക് നമ്മളുടെ സേവനങ്ങൾ എത്തിക്കാൻ കഴിയും. നമ്മളുടെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്, ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതിനുവേണ്ട പുണ്യം നമുക്ക് കിട്ടും, അതിനുവേണ്ട ആ ആശീർവാദം കിട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ ഓഫ് യു. ജയ് ഇബട്ടോറിയം. സിനി മാഡം. Good morning, ladies. Yes, good morning. Sir, sound audible ആണല്ലേ? പുതുതായിട്ട് കടന്നു വന്നവർക്ക് എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സിജി ശ്രീജിത്ത്. പായപ്പുരയ്ക്ക് അടുത്ത് മണ്ണൂരാണ് താമസം. ഇന്ന് എന്റെ ലീഡർ യുനസ് സാർ എന്ന അഭിമാനത്തോടെ പറയുന്നു. നമുക്കറിയാലോ, ഈ മെഡിസിൻ ഫീൽഡിലുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് പെട്ടെന്ന് അംഗീകരിക്കാൻ വളരെ പാടാണ്. അങ്ങനെ അംഗീകരിക്കാത്ത വ്യക്തി കൂടിയാണ് ഞാൻ. എന്നാൽ എനിക്ക് ഈ ബിസിനസ് 3 മാസത്തിന് ഇതിനകത്ത് കടന്നു വന്നിട്ട് 3 മാസമായുള്ളൂ. ആ 3 മാസം കൊണ്ട് കിട്ടിയ റിസൾട്ട് ഒക്കെയാണ് ഞാൻ പുതുതായി കടന്നു വന്നവർക്ക് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വന്നതിന് ശേഷം എന്റെ തൈറോയിഡ് ഹൈ ആയിരുന്ന തൈറോയിഡിന്ന് തീർത്തും നോർമൽ, തീർത്തും മാറി എന്ന് പറയുന്നില്ല, എന്നാൽ മാറില്ല എന്ന് വിചാരിച്ചിരുന്ന റിസൾട്ട് 39-ൽ നിന്ന് എനിക്കിന്ന് 12.8-ലേക്ക് കടന്നു. അതുപോലെ തന്നെ ഞാൻ അറിയാതെ എനിക്ക് കുറെ റിസൾട്ട് ഉണ്ടായി.
എനിക്ക് അലർജി 3 വർഷമായിട്ട് എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അതുപോലെ തന്നെ ഞാനൊരു 2 വർഷമായിട്ട് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്വാസമുട്ടിന്റെ. അത് ഇന്ന് ഈ 3 മാസമായിട്ട് എനിക്ക് ഇൻഹേലർ യൂസ് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അപ്പോ എനിക്കിപ്പോ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു എന്തെങ്കിലും ഒരു ഇതൊക്കെ വന്നാൽ അപ്പൊ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. O2 വെച്ചിട്ട് ഓക്സിജന്റെ ഇത് വെച്ചിട്ട് തന്നെയായിരുന്നു ഒരു നെബിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എന്റെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ദൈവസ്പർശമായ ബിസിനസ് ഏറ്റെടുക്കുകയും അതിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ഇന്ന് നല്ല റിസൾട്ട് മറ്റു പുതുതായി കടന്നു വന്നവർക്ക് എനിക്ക് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്റെ ഈ ബൈറ്റോറി എന്ന ഈ ദൈവസ്പർശമായ ബിസിനസ് ആണ്. അപ്പൊ എല്ലാവരും നല്ല റിസൾട്ട് കണ്ടിട്ട് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയോ അതുപോലെ തന്നെ പുതുതായി കടന്നു വന്നവര് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്ത് തന്നെ മനസ്സിലാക്കുക. ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർക്കുക, അത്രമാത്രം പറയുന്നുള്ളൂ. അപ്പോ താങ്ക് യു ബൈറ്റോറിയം. ഓക്കെ. എന്റെ പേര് ജയമോനാണ്. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ എറണാകുളം ജില്ല കരിമോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ എന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഒരു അത്ഭുത റിസൾട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിചാരിതമായിട്ടല്ല അവർ വിളിച്ചിട്ട് പോകേണ്ടതായിട്ട് വന്നു. വിളിച്ചിട്ട് പോകാൻ കാരണം അദ്ദേഹം ഒരു മരണസ്ഥലത്ത് വന്നപ്പോ ഏകദേശം ഒരു പെട്ടിയുടെ രൂപത്തിലുള്ള ഒരു ഉപകരണം കൊണ്ടുവരികയും അത് കറണ്ടിൽ കുത്തിയിട്ട് അതിൽ നിന്നും ഓക്സിജൻ അദ്ദേഹം കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയ സാഹചര്യത്തില് ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. ഇത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട 53 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ, അതും ദയനീയ അവസ്ഥ. ആ അവസ്ഥയിൽ അദ്ദേഹം മുന്നോട്ട് പോയി. ഈ ഓക്സിജൻ സിലിണ്ടർ അല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഉപകരണവുമായി ചുമന്നോട്ടാണ് അദ്ദേഹം നടക്കുന്നത്. എന്നാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഓക്സിജന്റെ സിലിണ്ടറാണ് ഘടിപ്പിച്ച് ശ്വസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങളോട് ആവശ്യപ്പെട്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ ചെന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെതായിട്ടുള്ള റിസൾട്ട്സ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് എന്റെ കയ്യിലുണ്ടായിരുന്ന ഡെമോ പീസ് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കെട്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ചെന്ന സമയം തൊട്ട് അദ്ദേഹം ഒരു 15 മിനിറ്റോളം ചുമയായിരുന്നു. കഴിഞ്ഞ ഏകദേശം 2 ദിവസമായിട്ട് നിർത്താതെ ചുമയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് ശ്വാസമുട്ടലുണ്ടായിരുന്നു. ഈ ഓക്സിജന്റെ സിലിണ്ടർ മൂക്കിൽ ഘടിപ്പിച്ചിട്ടുള്ള സാഹചര്യവും ഞാൻ കണ്ടു. എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പെങ്ങളോട് പറഞ്ഞു, ഈ ഓക്സിജൻ സിലിണ്ടർ ഒന്ന് ഓഫ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഓക്സിജന്റെ സിലിണ്ടർ ഒന്ന് ഓഫ് ചെയ്തു. ഏകദേശം 1.5 മണിക്കൂറോളം അദ്ദേഹം യാതൊരു തരത്തിലെ പ്രശ്നങ്ങളുമില്ലാതെ അദ്ദേഹം ഓക്സിജന്റെ സിലിണ്ടർ ഇല്ലാതെ അദ്ദേഹം ശ്വസിക്കുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായി. കാരണം കഴിഞ്ഞ 10.5 വർഷമായിട്ട് ഒരു നേരം പോലും ഓക്സിജന്റെ സിലിണ്ടർ മാറ്റാതിരുന്ന വ്യക്തി 1 മാസം 2 മാസം ഒക്കെ കൂടുമ്പോഴാണ് അദ്ദേഹം കുളിക്കുക വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓക്സിജന്റെ സിലിണ്ടർ മാറ്റാതിരുന്ന വ്യക്തി ഏകദേശം 25 മിനിറ്റ് നമ്മുടെ ഈ ഉൽപ്പന്നം, ഞാൻ വേറൊന്നും ചെയ്തില്ല, നമ്മുടെ റിസ്റ്റ് ബാൻഡ് മാത്രമേ ഉപയോഗിച്ചോളൂ. ആ റിസ്റ്റ് ബാൻഡ് കയ്യെ കെട്ടി കൊടുത്തു. ആ ഉൽപ്പന്നം അദ്ദേഹം കെട്ടി 1.5 മണിക്കൂർ നേരം ആ ഓക്സിജന്റെ സിലിണ്ടർ കണക്ട് ചെയ്യാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയാം ഈ ഉൽപ്പന്നത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യ ശരീരത്തിൽ ശരിക്കും പറയാം ഓക്സിജന്റെ അളവ് വേണമെങ്കിൽ ബ്ലഡിന്റെ സർക്കുലേഷൻ ആണ് വേണ്ടത് എന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. അങ്ങനെ ഒരുപാട് റിസൾട്ട് ഉണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓക്സിജന്റെ അളവ് കിട്ടിയതും സെല്ലുകളുടെ ആക്ടിവേഷൻ കറക്റ്റായി സ്റ്റാമിന ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയതും. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് റിസൾട്ടുകൾ നമുക്കുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ധർമ്മം അത് നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തുകൊണ്ട് നമുക്കത് കൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്കെങ്കിലും ഗുണം കിട്ടട്ടെ എന്നുള്ള വസ്തുതാപരമായ കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഓടുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ വലിയൊരു റിസൾട്ട്, അദ്ദേഹം ബുക്ക് ചെയ്യാനിടയായത് വളരെ വലിയൊരു റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. അങ്ങനെ കൈപൊങ്ങിയതും സംസാരിച്ച ശേഷം തിരിച്ചു കിട്ടിയതുമായിട്ടുള്ള ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഈ നിയറസ്റ്റ് ആയിട്ട് കിട്ടിയ പുതിയ റിസൾട്ട് ഇവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ജയമോൻ സാറിന്റെ നമ്പർ ഒന്ന് പറയോ? ജയമോൻ സാർ പ്ലീസ് നമ്പർ ഒന്ന് പറയാമോ ജയമോൻ സാറിന്റെ? ചോദിച്ചാൽ തരും. എന്റെ നമ്പർ ലീഡേഴ്സിനോട് ചോദിച്ചാൽ തരും കേട്ടോ.
സാറിന്റെ ലീഡറിനോട് ചോദിച്ചാൽ തരും. ഓക്കെ അടുത്ത ആള് വരൂ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഷമീർ, മൂവാറ്റുപുഴയാണ് സ്വദേശം. ഞാൻ ഈ ബയോട്ടോറിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വളരെ മണിക്കൂറുകളോളം പറയുന്ന രീതിയിലുള്ള അമേസിംഗ് റിസൾട്ടുകൾ എസ്പെഷ്യലി എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്റെ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുള്ള ധാരാളം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത്ര അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ട് ആ റിസൾട്ട് സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഒരു ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് നമുക്ക് കിട്ടുമെന്നുള്ളൊരു പഴഞ്ചൊല്ല് പോലെ പറയുന്ന രീതിയിലല്ല, ഇത് റിയാലിറ്റി ആണ്, അമേസിംഗ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, എനിക്ക് കിട്ടിയ റിസൾട്ട്, ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളം UAE ദുബായിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ വെച്ച ഡ്രൈവിംഗ് ഫീൽഡ് ആയിരുന്നു. ലാസ്റ്റ് 6 ഇയർ ദുബായ് എയർപോർട്ടിലായിരുന്നു. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഡ്രൈവിംഗ് ചെയ്യണതിന്റെ പേരിൽ എന്റെ നമ്മളത്ര കെയർ ചെയ്യാറില്ല. ഈ 50 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചിന്തിക്കും, അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യണത്. അപ്പൊ ആ നിലയ്ക്ക് എനിക്ക് ഈ 10 വർഷക്കാലം ദുബായിൽ ജോലി ചെയ്ത സമയത്ത് കണ്ടിന്യൂ ചെയ്ത് ഡ്രൈവ് ചെയ്യും. നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഡിസോർഡറായി വരുന്നു, നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും കാല് മരവിപ്പ്, അതെല്ലാം തുടങ്ങുമായിരുന്നു. താൽക്കാലികമായിട്ട് എന്തിലേക്കും ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നാട്ടില്, ഗൾഫെല്ലാം ഗുഡ് ബൈ പറഞ്ഞ നാട്ടില് ാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്നിൽ എത്തുന്നത്. ആദ്യമായിട്ട് ഞാൻ എന്റെ ഉമ്മച്ചിക്കാണ് വാങ്ങിച്ചു കൊടുത്തത്. നമുക്ക് ഭയങ്കര എന്നും ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടായിരുന്നു, എപ്പോഴും ഇങ്ങനെ ടയർഡായിട്ട് കിടക്കുന്ന അവസ്ഥ, അതുപോലെ ഹോസ്പിറ്റലിൽ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉമ്മാക്ക് ആദ്യം വാങ്ങിച്ചു കൊടുത്തു. ഉമ്മച്ചിക്ക് ആ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് വലിയ ഹാപ്പിയായി. അങ്ങനെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയിരിക്കുമ്പോൾ നേരത്തെ ഒരു 12 മണിക്കൊക്കെ പോയിരിക്കും. അപ്പൊ ആ സമയത്ത് കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ കാലിങ്ങനെ മരവിപ്പ് തുടങ്ങിയിട്ട് ഒരു കാലം എണിക്കാൻ പറ്റാം. നിസ്കാര സമയമാകുമ്പോഴത്തേക്കും എണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിങ്ങനെ ഇത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ നമ്മളെ ഡിസോർഡറായി ബോഡികൾ വരുന്നതെന്നും നമുക്കറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം വളരെ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് അത്രയും ഇഷ്യൂസ് തന്നെ മാറിയപ്പോ എനിക്ക് അമേസിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതുപോലെയൊക്കെ പ്രൊഡക്റ്റുകൾക്ക് റിസൾട്ട് ഉണ്ടോ? കാരണം കാലില നമ്മുടെ വാട്ടർ എനർജി പാട് ചുറ്റി കുറച്ച് ദിവസം യൂസ് ചെയ്ത് നല്ല വെള്ളം കുടിക്കുമായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ സ്വന്തമായിട്ട് റിസൾട്ട് കിട്ടിയതിന്റെ പേരിൽ ഞാൻ ഇന്ന് ഈ ബയോട്ടോറിയം ധാരാളം ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയും ആ ആളുകൾക്ക് കിട്ടിയ റിസൾട്ട് പലപ്പോഴും പലരും ഒരു മാർക്കറ്റിംഗ് ലെവലിലേക്ക് ഇതിനെ കണ്ട ആളുകളുണ്ട്. ഈ സാധനങ്ങൾ അങ്ങനെ ആളെ ചേർക്കണ പരിപാടിയാണ്, പൈസയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെയും പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഞാൻ കൃത്യമായിട്ട് എന്റെ സ്വന്തം അനുഭവങ്ങൾ, എന്റെ വീട്ടിൽ ഉമ്മച്ചിയുടെ അനുഭവങ്ങൾ ഞാൻ കൊടുത്തിട്ടുള്ള പലരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പിക്ചറെല്ലാം കാണിച്ചു കൊടുത്ത് അവർക്ക് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇത് പ്രൊഡക്റ്റ് ധാരാളം ആളുകൾക്ക് എത്തിക്കാൻ പറ്റി. അപ്പൊ ലാസ്റ്റ് മൊമെന്റില് എനിക്ക് കിട്ടിയ റിസൾട്ട് അമേസിംഗ് ആണെന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വലിയൊരു എല്ലാവരും പറയും പോലെ ദൈവസ്പർശമുള്ള പ്രൊഡക്റ്റ് ആണെന്നും ഇത് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കേണ്ടതാണെന്നും എസ്പെഷ്യലി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനം ഹൃദ്രോഗികളാവാൻ പോകുന്നു, 50 കോടി ജനങ്ങൾ പ്രമേഹ രോഗികളാവാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇതിനൊരു പ്രിവെന്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഈ ബയോമാഗ്നറ്റ് പ്രൊഡക്റ്റ് ആണെന്നും ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്നും ഓൾമോസ്റ്റ് ഒരു 220ഓളം അസുഖങ്ങൾക്ക് റിലീഫ് കിട്ടുന്ന പ്രിവെൻഷ്യലി ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് എല്ലാവരും പറയുമ്പോൾ അതൊക്കെ നമ്മളൊരു ആപ്തവാക്യം പോലെ ഇങ്ങനെ കാണാതെ പഠിക്കും പറയും എന്നല്ലാതെ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ധാരാളം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രത്യേകത, ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ഇതിനെ കുറിച്ച് വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പ് ഞാൻ ഒരു ഫാമിലിയോട് പറഞ്ഞു, ഇന്നൊരു നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ബോഡിയിൽ ഡിസോർഡർ ആയിട്ട് വന്നിട്ടുള്ള പലതിനും സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഞാൻ നോക്കാം പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ അടുത്ത് ഈ കുടുംബത്തിലുള്ള അവര് അല്പം മാറിയാണ്ട് 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ആള് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇതുവരെ വാങ്ങിയില്ലേ? അപ്പൊ വിശ്വാസം ഇല്ലായിട്ടാണ് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം ഞാൻ അന്ന് 6 മാസം മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 6 മാസമായി അന്ന് അവര് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ പിന്നീട് 6 മാസത്തിന് ശേഷം അവരുടെ ഫാമിലിയുള്ള ഒരാളെ വിളിച്ചു ചോദിച്ചു, ഈ പ്രൊഡക്റ്റിനോട് ഉപയോഗിക്കാം, അന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എന്തായി അത് വാങ്ങിയില്ലേ, വിശ്വാസമില്ല എന്ന് ചോദിച്ച് അവരോട് ദേഷ്യപ്പെട്ടപ്പോഴാണ് എന്നെ കഴിഞ്ഞ ദിവസം പള്ളിയിൽ വെച്ച് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്, നമസ്കാരം കഴിയുമ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ടിൽ 2 പ്രൊഡക്റ്റ് വാങ്ങി.
അതേ ദിവസം തന്നെ വേറൊരാൾക്ക് കൊടുക്കാൻ 2 പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയും. അപ്പൊ ഞാൻ സത്യത്തിൽ നമ്മൾ 6 മാസം മുമ്പ് ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ട് 6 മാസത്തിന് ശേഷം ഞാൻ അറിയാത്ത ഒരാൾ അദ്ദേഹത്തിലേക്ക് ഫീഡ്ബാക്ക് പറഞ്ഞേക്കാണ് നല്ല പ്രൊഡക്റ്റ് ആണ് കുടുംബത്തിൽ നിന്ന് തന്നെ. അപ്പൊ ഇത്തരം കാര്യങ്ങള് നമ്മൾ സത്യസന്ധമായിട്ട് ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്നും ആത്മാർത്ഥമായിട്ട് ഇത് മുമ്പ് പറഞ്ഞ സാറ് പറഞ്ഞ പോലെ നമുക്കൊരു മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതിനേക്കാൾ ഉപരി ഒരു ചാരിറ്റബിൾ ഇത് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് ആണ്. ബാക്കിയെല്ലാം നമ്മളെ പുറകെ തന്നെ വരുന്ന കാര്യമാണ്. എനിവേ നല്ല രീതിയിലുള്ള ഈ പ്രൊഡക്റ്റ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പലരും ചിലപ്പോൾ ഒരു പക്ഷേ കെയർലെസ് ചെയ്യുന്ന കാര്യമായിരിക്കും ഈ പ്രൊഡക്റ്റിന്റെ അമേസിംഗ് റിസൾട്ട് എന്നുള്ളത് വെള്ളം കൂടിയാണ്. അപ്പൊ ഈ മാഗ്നറ്റ് വാട്ടർ ഏതൊരാൾ കുടിച്ചാലും ആ ആളുടെ ബോഡിയിലുള്ള എന്തെല്ലാം ഡിസോർഡർ ഉണ്ട് അതിന് മെയിൻ പ്രോപ്പർ കാരണം ഈ വെള്ളമാണ്. അപ്പൊ അതിനെ കൃത്യമായിട്ട് വെള്ളം ഉപയോഗിക്കുക. കൊടുക്കുന്ന ആളുകൾക്ക് ഗൈഡ് ലൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അല്ല എങ്കിൽ പലപ്പോഴും 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിയുമ്പോൾ എനിക്ക് റിസൾട്ട് ഇല്ല എന്നോ ഞാൻ എടുത്തു വച്ചേക്കുവാണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ദിവസവും വിളിച്ച് നിങ്ങൾ എത്ര അളവിൽ വെള്ളം കുടിച്ചു, അത് കുടിക്കേണ്ട രീതി, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ. ഫിനാൻഷ്യലി ആൻഡ് ഹെൽത്തി വെൽത്തി എവറിത്തിങ്സ് ഗെറ്റ് ടുഗദർ, ഇതെല്ലാം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ എല്ലാവർക്കും നല്ല വിജയാശംസകൾ ഉണ്ടാവട്ടെ. താങ്ക് യു യൂനസ് സർ, ആൻഡ് താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. കൂട്ടുകുടുംബത്തിലെ എല്ലാവർക്കും ഒരു പുലർക്കാല വന്ദനം. ഞാനിന്ന് നേരത്തെ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് സുബ്രഹ്മണ്യം, കൊടുങ്ങല്ലൂരിനടുത്ത് പട്ടയപ്പാടം ഗ്രാമപ്രദേശത്താണ് വീട്. ഞാനിന്ന് പറയുന്നത് ഒരു 10 ദിവസം മുമ്പുണ്ടായ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം. എനിക്ക് പ്രൊഡക്റ്റ് വാങ്ങി ഗുണം കിട്ടിയതിനു ശേഷമാണ് ഞാൻ ഇത് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ വീട്ടിൽ ഉപയോഗിച്ചു. ഇപ്പൊ എന്റെ വൈഫിന്റെ ഒരു കാര്യം പറയാണ്. വൈഫിന് കഴിഞ്ഞ ദിവസം ഒരു ശ്വാസമുട്ട് മാതിരി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അപ്പൊ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന റിസ്റ്റ് ബാൻഡ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. വാട്ടർ എനർജി, ഇത് ഈ രണ്ടിന്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. വാട്ടർ എനർജി പേഡും റിസ്റ്റ് ബാൻഡും. ഈ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോ ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോ അവിടെ നിന്ന് അവര് നോക്കിയിട്ട് പറഞ്ഞു ഒരു ചെറിയ ഒരു മൈനർ അറ്റാക്കിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഉടനടി മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ മെഡിക്കൽ കോളേജിലേക്ക് ചോദിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഈ കൊണ്ടുപോകുന്ന സമയത്തും ഞങ്ങളെ 2 പേരുടെ കയ്യിലും റെസ്റ്റ് ബാൻഡ് ഉണ്ട്. വൈഫിന് റെസ്റ്റ് ബാൻഡ് ഉണ്ട്. വൈഫ് പോകുന്ന സമയത്ത് എന്നോട് വെള്ളം ചോദിക്കും. എന്റെ വണ്ടിയിൽ ഈ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം കൊടുത്തിരുന്നു. വാട്ടറിനെ ജീപ്പേട് ചുറ്റിയ വാട്ടർ കൊടുത്തിരുന്നു. ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നത് ഇതൊരു മേജർ അറ്റാക്കും കൂടി വന്നിട്ടുണ്ട്, പെട്ടെന്ന് റെഡ് സോണിൽ കയറ്റി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിശയിച്ചു പോയി. കാരണം എനിക്ക് എന്റെ ശബ്ദം ഇടറുകയാണ്. കാരണം മേജർ അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയി. പക്ഷെ ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് നോക്കുമ്പോഴും വൈഫിന് 99% ഓക്സിജൻ ലെവൽ ഉണ്ട്. അപ്പൊ ഓക്സിജൻ ലെവലല്ലെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ചെന്നപ്പോഴും നോക്കുമ്പോഴും ഇതേ ലെവലിൽ തന്നെ നിൽക്കുന്ന വൈഫിന് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല. എല്ലാവരും പറയാറ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിലാണ് ബ്ലോക്ക് വരിക എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഡോക്ടർ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവർക്ക് നല്ലൊരു ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സമയത്ത് ഇപ്പോ മെഡിക്കൽ കോളേജിൽ എന്ന് മാറ്റി ജൂബിലിയിൽ വന്ന് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഞാനിപ്പോ ജൂബിലിയിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ റിസ്റ്റ് ബാൻഡ് കയ്യിലുള്ളത് കൊണ്ടാണ്. വൈഫ് എന്നോട് ICU വന്ന സമയത്ത് പറഞ്ഞു ഞാൻ ഈ പ്രൊഡക്റ്റ്, വൈഫ് ഇപ്പോഴും റൂമിലെത്തിയിട്ടില്ല. വൈഫ് പറയാണ് റിസ്റ്റ് ബാൻഡ് ആണ് എന്നെ ഈ ഇവിടേക്ക് ഞാൻ വീഴാതെ എത്തിച്ചെന്ന് പറഞ്ഞു. കാരണം സാധാരണ എല്ലാവരും കുഴഞ്ഞു വീണ് അറ്റാക്ക് എന്ന് പറഞ്ഞ് കുഴഞ്ഞു വീണിട്ടാണ് എല്ലാവരും അറിയാറ്. ഇത് കുഴഞ്ഞു വീഴാതെ ആസ്പത്രിയിൽ എത്തിയപ്പോഴാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഡോക്ടർ പറയുമ്പോഴാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ റിസ്റ്റ് ബാൻഡ് ഞങ്ങൾ എപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ റൂമിൽ ഒറ്റയ്ക്കുള്ള കാരണം കൊണ്ട് ഞാൻ ഫുൾ ടൈം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒറ്റയ്ക്കാണ്, എന്താണെന്ന് പറയാൻ പറ്റൂല. കാരണം എനിക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഒക്കെ മാറി. ഇപ്പൊ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് കഴിക്കണില്ല. പക്ഷേ
ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് എല്ലാവരും അത് ഇതേപോലെ റിസൾട്ടുകൾ കേട്ട് അത് വാങ്ങിക്കാനും കൊടുക്കുവാനും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും എല്ലാവരും സജ്ജരായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് ഇത്രയും നല്ല രീതിയിൽ ഈ പ്രൊഡക്റ്റ് നമ്മളിൽ എത്തിച്ച ഡോക്ടർ സാറിനും ഈ ബയോട്ടോറിയം കമ്പനിക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത സീനിയർ ലീഡേഴ്സിനും മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ബയോട്ടോറിയം. morning. Good morning, sir. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, all. എന്റെ പേര് ഫാമിദ, ഫ്രം കോഴിക്കോട്. ഞാന് ഇതുപോലെ ഉമ്മയ്ക്കാണ് പ്രൊഡക്റ്റ് വാങ്ങിയത്. ഉമ്മയ്ക്ക് വേണ്ടി പ്രൊഡക്റ്റ് വാങ്ങിച്ചതാണ്. 2 ആഴ്ച കൊണ്ട് തന്നെ വാങ്ങിച്ച പിറ്റേന്ന് മുതൽ തന്നെ ഉമ്മയ്ക്ക് നല്ല ഉറക്കം കിട്ടി. ഉറക്കക്കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉമ്മയുടെ ഓരോരോ ഇതും കാലുവേദന, കാലിന് നിന്ന് ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ തരിപ്പ്, അതൊക്കെ വെറും 2 ആഴ്ച കൊണ്ടാണ് കേട്ടോ റിസൾട്ട് കിട്ടി തുടങ്ങിയത്. 2 ആഴ്ച കൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് മാറ്റമുണ്ട്. ഉമ്മയ്ക്ക് പുറത്തൊന്നും അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നല്ലപോലെ നടക്കാൻ തുടങ്ങി. പിന്നെ ഉമ്മയ്ക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷം, കഫക്കെട്ട് വരിക. ഡെയിലി കുളിക്കാൻ പറ്റൂല. ഇനി അഥവാ കുളിക്കുകയാണെങ്കിൽ തന്നെ ചൂടുവെള്ളം ചൂടാക്കിയിട്ട് അങ്ങനെയാണ് കുളിക്കാറ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു മാസം കഴിയാൻ തുടങ്ങിയപ്പോ തന്നെ ഡെയിലി കുളിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ. പിന്നെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഇത് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഡെയിലി കുളിക്കുന്നുണ്ട്, ഒരുപാട് നേരം നിൽക്കുന്നുണ്ട്, പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളായിട്ട് വന്നു. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഞാന് ഡസ്റ്റ് ബാൻഡ് കെട്ടിച്ച വെള്ളം കുടിക്കായിരുന്നു. വാട്ടർ ആൻഡ് ഡിസ്റ്റ് ബാൻഡ് കെട്ടി വെച്ച വെള്ളം വീട്ടിലെല്ലാരും കുടിക്കും, ഞാനും കുടിക്കായിരുന്നു. അതുപോലെ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിട്ടായിരുന്നു ആവണം. അത് കറക്റ്റ് ആവാൻ തുടങ്ങി. ആ മാസമായി, പിറ്റത്തെ മാസമായി, അങ്ങനെ എല്ലാ മാസം കറക്റ്റ് ആയി വരുന്നു. അപ്പം ഇത് എല്ലാവരും പറഞ്ഞ പോലെ, എല്ലാ ലീഡേഴ്സും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നല്ലപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് കിട്ടും. താങ്ക് യു ഓൾ ലീഡേഴ്സ്. ഓക്കെ. ഹലോ. ഗുഡ് മോർണിംഗ്. ഞാൻ എന്റെ പേര് സമീർ. ഞാന് വടകര വിജയപ്പള്ളിയാണ് എന്റെ ദേശം. കുറിഞ്ഞാലിയോട് അറിയും. ഞാൻ ഇതിൽ വന്നത് ചന്ദ്രമാഷനിൽ ഇനി സാറ് കേരളത്തിലാണ് വന്നത്. ഞാൻ ആദ്യം രാജൻ സാറ് തുണൈ ഉള്ള ആളായിരുന്നു. ഞാൻ ഓർക്കാപ്പുറത്ത് ഞങ്ങളൊരു കാപ്പിടിയെന്ന് കണ്ട് പരിചയപ്പെട്ടാണ് അങ്ങനെ ഒരു മീറ്റിങ്ങിൽ പോയി. അങ്ങനെ പരിചയപ്പെട്ട് മീറ്റിങ്ങിന് നാദാപുരം അവിടെ പോയി. അവിടുന്ന് മീറ്റിങ്ങിനെ കേട്ട് പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ ഞാൻ വാങ്ങിച്ചു. ഞാൻ പ്രീമിയത്തിന്റെ ഫാമിലിന്റെ ഇത് വാങ്ങിച്ചു. ഞാൻ ഉമ്മയെ ഉപയോഗിച്ചു. എനിക്ക് പിന്നെ യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു. കൈ ഇടത്തേക്ക് ഇങ്ങനെ മടങ്ങി കഴിഞ്ഞാൽ നീരും ഭയങ്കര പ്രശ്നമായി. കൈ നെരുപ്പും, വണ്ടി ഓടിക്കുമ്പോൾ കൈ കുടഞ്ഞുകൊണ്ടാണ് വണ്ടി ഓടിക്കുക. ഞാൻ ഉപയോഗിച്ചപ്പോ 5 മാസം ഞാനിപ്പോ ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ഞാനിപ്പം ഡ്യൂട്ടിയിലാണ്. ഷോപ്പ് പോകാൻ ക്ലാസ് ചെയ്തിപ്പോ വന്ന് സ്റ്റോറിലാണുള്ളത്. റൂമിൽ സലാഡെല്ലാം കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ പറഞ്ഞോട്ടെ, ഈ ആൾക്കാർ വരട്ടെ. ഞാനിത് 2 പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ എന്റെ അതിൽ കൈ മാറി. ഉമ്മാന്റെ കൈക്ക് കടച്ചിലിന്റെ മാതിരി കാലിന്റെ മുട്ട് വേദന അതൊക്കെ മാറ്റമുണ്ട്. ഞാൻ നാട്ടിൽ കൊടുത്ത ആൾക്കാർക്കൊക്കെ ഇന്ന് ഞാൻ 4 ആളാണ്. പിന്നെ ഗൾഫിൽ തന്നെ ഞാൻ 4 ആളെ വിളിച്ച് ഞാൻ ഫോളോ അപ്പ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫോളോ അപ്പ് കറക്റ്റ് ചെയ്യണം. അത് നമ്മൾ 4 മാസം 3 മാസം 5 മാസം ആയാലും എന്നെ വിളിച്ചാലും പറഞ്ഞാൽ അത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് ഉപയോഗിക്കണം. നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചിട്ട് 19,300 സാധനമായിട്ട് നിങ്ങൾ അത് മോഡലിൽ ഇടരുത്. കറക്റ്റ് നിങ്ങളത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് മാറുന്നില്ല. അത് സമീറായി അതൊന്നും മാറും. നമ്മളെ ശരീരത്തിലെ കോശങ്ങളൊക്കെ വളരെ ഇതായി ലീക്കായിട്ടാണ്. അതിങ്ങനെ ക്രമത്തിൽ വെള്ളം കുടിച്ച് കറക്റ്റ് ഫോളോ ചെയ്താലേ മാറും. അല്ലാണ്ട് ഞാനത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പറ്റിച്ചെന്നുള്ള ആ ധാരണ മാറണം. അത് കറക്റ്റ് ഉപയോഗിക്കണം. അപ്പൊ ഞാൻ ഡിസംബറിൽ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷെ അതിൽ ഇനി എല്ലാവരും എത്തിക്കണം എന്നുള്ളതാണ്
പിന്നെ അത് കൊടുത്ത ആൾക്കാർ തന്നെ കറക്റ്റ് നമ്മൾ ഫോളോ അപ്പ്. അതിലിപ്പം നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ചില ക്യാമറ ഓൺ ആക്കുന്ന, പക്ഷേ ഇത് സൗണ്ട് ചില ആൾ ഇടയ്ക്ക് വന്ന് കയറുന്നത്. അതുപോലെ അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി അടുത്തുനിന്ന് സംസാരിക്കാം. ഇത് ചില ആൾ ദൂരെ ആയിട്ട് കേൾക്കുന്നില്ല. അത് എനിക്ക് മാത്രമല്ല, ചിലയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇനി എല്ലാവരും ഇത് എന്തോ ചേർത്ത് ഞാനും അതിന്റെ ഒരു ഭാഗമാണ്. എല്ലാവരും മുന്നോട്ട് പോവാൻ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് നാരായണൻ. എന്റെ സ്വദേശം പുത്തൻകുരിശാണ്. ഞാനൊരു ചെറിയ റിസൾട്ട് പറയണം. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പുതിയ റിസൾട്ട് പറയാനായിട്ടാണ് കയറിയത്. ഈ കഴിഞ്ഞ ദിവസം തൊട്ട് 2-3 ദിവസം മുന്നെയാണ് എൻ്റെ സിസ്റ്റർ പെട്ടെന്ന് തലയിറങ്ങി വീഴുകയും, അത് സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, മാവ ഇങ്ങനെ അമ്മച്ചി വീണ് കിടക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാനും വൈഫോട് കൂടി ഉടനോടെ ചെന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന റിസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പാടും കെട്ടിക്കൊടുത്തു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ കെട്ടിക്കൊടുത്തു. ആൾ മിണ്ടണ്ടായില്ല. ഏകദേശം ഡെഡായ മട്ടാണ് കിടന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കാലുകളൊക്കെ തിരുമ്മി കൊടുത്ത് ശരിയാക്കി കഴിഞ്ഞ ഒരു 3 മിനിറ്റിനുള്ള അദ്ദേഹം കണ്ണു വന്നു. അപ്പൊ സംസാരിക്കാൻ പറ്റണ്ടല്ല, ഒരു സൈഡിലേക്ക് കയറി ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അത് ശരിയാക്കി കൊടുത്ത് നമ്മുടെ വാട്ടർ വെള്ളം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം 3 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം ക്ലിയർ ആയിട്ട് വർത്തമാനം പറഞ്ഞു. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. വടവോട് ഹെൽത്ത് സെന്ററിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചത് എന്താണ് കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നിങ്ങനെ റിസ്റ്റ് ബാൻഡ് ആണ്, അത് മാഗ്നറ്റിക് തെറാപ്പിയുടെ ഒരു ഭാഗമായിട്ടാണ് ചെയ്തത്. ഇത് കിട്ടിയ ശേഷം അദ്ദേഹം കണ്ണ് തുറന്നത് എന്ന് പറഞ്ഞു. നോക്കിയപ്പോ 24 ആണ് ഷുഗർ ലെവൽ താണുപോയത്. ശരിക്കും 24 ലെവൽ എന്നൊക്കെ പറയുമ്പോൾ ആള് ഇട്ടേട്ട് എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ സാധനം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചത് റിസ്പാൻഡ് ആണെന്ന് ഞാൻ വിചാരിക്കും. താങ്ക് യു സാർ. ഉറപ്പായിട്ടും. അടുത്ത ആളുകൾ വരൂ. ഞാൻ ബിന്ദു തലശ്ശേരി. കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ വെള്ളം നല്ലോണം കുടിക്കാറുണ്ട്. എനിക്ക് മുട്ടിന് ഫ്ലൂയിഡ് കുറഞ്ഞിട്ട് അതിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ബാത്റൂമിലും എവിടെ ഇരിക്കാനും ഒന്നും പറ്റില്ല. അപ്പൊ അത് ഉപയോഗിക്കാൻ തുടങ്ങിയാലും കുറച്ച് കൈക്കും എല്ലാം പ്രശ്നം തന്നെയാണ്. ഇപ്പൊ എല്ലാം ഓക്കെ ആയി വരുന്നു. ഓക്കെ. ഗുഡ് മോർണിംഗ്. അപ്പോ ഞാൻ ഇപ്പൊ റിസൾട്ടിന്റെ കൂടെ നമ്മളൊരു എന്താ പറഞ്ഞ ഒരു അവയർനെസ്സിലുള്ളൊരു ഇത് പറയണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ മകളുടെ ഒരു വർക്കിന് പറമ്പിൽപീടിക, അതായത് മലപ്പുറം ജില്ലയിൽ പറമ്പിൽപീടിക എന്ന സ്ഥലത്ത്, ഞാൻ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയാണ് എന്റെ സ്വദേശം. ഞാൻ ഈ പറമ്പിൽപീടിക ഒരു വർക്ക് എടുക്കാൻ പോയി. ഒരാള് എന്റെ മകളെ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുന്നതും. അങ്ങനെ അവര് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊഡക്റ്റ് പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞ് എനിക്ക് ഇത് 3 സൈസ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതില് എനിക്ക് ആ മീഡിയം 9800 ആ പ്രൊഡക്റ്റാണ് വേണ്ടിയത് പറഞ്ഞു. അപ്പൊ ഇയാൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതെന്താ വെച്ചാൽ ഇയാളെ ഉമ്മക്ക് സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം കുഴഞ്ഞ് സ്വന്തം ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഇതൊന്ന്. അപ്പോ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോ ഇയാള് താമസിക്കുന്നത് വേറെ വീട്ടിൽ, ഉമ്മയും അനുജനും ബാപ്പിയും താമസിക്കുന്നത് വേറെ വീട്ടിലാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒരാൾ ഇതിനെപ്പറ്റി കേൾക്കാൻ വീട്ടിൽ നിങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഉമ്മനോട് തന്നെ പറഞ്ഞാലും മനസ്സിലാവില്ല, ഒരാളുണ്ടെന്ന് നന്നായെന്ന് പറഞ്ഞപ്പോ ആള് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ ആള് ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ പുറത്തേക്ക് വന്നു. അപ്പൊ എന്താ സാധനം എങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാന്ന്. അപ്പൊ ആദ്യം അയാളൊന്നും പറഞ്ഞില്ല, കാര്യങ്ങളൊക്കെ അയാൾ കേട്ട് ഞാൻ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ഓർഡർ ചെയ്ത ആൾക്ക് ഡെമോ ഒക്കെ കൊടുത്തു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റേയാള് പറയാൻ തുടങ്ങി. അപ്പോ അയാൾ ഡോക്ടർ, MBBS ഡോക്ടറായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പല കാര്യങ്ങളും ക്ലോസ് ചെയ്ത്. അപ്പൊ അയാൾ ജ്യേഷ്ഠനോട് പറയാണ് ഇങ്ങനത്തെ സാധനം ഒന്നും ഉമ്മക്ക് വാങ്ങിയിട്ട് ഇത്
ഒരു പരിശോധന നടത്തേണ്ട അല്ലെങ്കിൽ ഉമ്മനെ ഒരു പരീക്ഷണശാല ആക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓരോരോ MLM പരിപാടിയാണ്. ഇതൊക്കെ കേരള സർക്കാർ നിരോധിച്ചതാണ്. ഇത് മണിച്ചേനാന്നൊക്കെ കുറെ മൂപ്പര ആ ഡയലോഗ് പറഞ്ഞു. പിന്നെ ഞാൻ ഈ അവയർനെസ് കൊടുത്ത കൂട്ടത്തില് നമ്മള് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയി ഓക്സിജൻ ലെവൽ കറക്റ്റ് ആയി ചെയ്യും എന്ന് പറഞ്ഞ കൂട്ടിൽ അയാളിനോട് പറഞ്ഞു ഈ ഓക്സിജൻ എങ്ങനെ ഇതുകൊണ്ട് കറക്റ്റ് ആകാന്ന് വെച്ചു. അങ്ങനെ കുറെ ആൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു 1981 SSLC 3 പ്രാവശ്യം എഴുതി മൂന്നാമത്തെ പ്രാവശ്യം പാസ്സായ ഒരു മനുഷ്യനാണ്. എനിക്ക് നിങ്ങൾ പറയും പോലെ MBBS വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറോട് ക്രോസ് ചെയ്യാനുള്ള ഒരു വിദ്യാഭ്യാസം എനിക്കില്ല. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് എന്റെ ഭാര്യയ്ക്ക് കിട്ടിയ റിസൾട്ട് ഞാനിത് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അവര് വാങ്ങിയവർക്ക് നല്ല റെഡി റിസൾട്ട് കിട്ടും. ഞാനിത് എന്റെ മകൾക്ക് കൊടുത്ത് മകളെ ഭർത്താവ് ഉപയോഗിച്ച് അവർക്ക് പൈൽസിന്റെ പ്രശ്നം, ഓപ്പറേഷത്തിന് ഡേറ്റ് ഇട്ട പ്രശ്നം, ഓപ്പറേഷൻ ഇല്ലാതെ അവർക്ക് സുഖമായിട്ട് വണ്ടി ഓട്ടി ഡ്രൈവറാണ്, അവർ വണ്ടി ഓട്ടിക്കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ മകൾ ഇത് ഫേസ്ബുക്കിൽ ഇട്ടാണ് ഇവരിത് കാണുന്നത്, പ്രൊഡക്റ്റിനെ പറ്റി അറിയുന്നത്. അപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ നിങ്ങളോട് ഇതിനെപ്പറ്റി പറയാനില്ല. അപ്പൊ എന്നോട് ഇയാൾ ചോദിക്കുകയാണ് ഈ വാട്ടർ എനർജിപ്പയിൽ കെട്ടിയിട്ട് ഈ വെള്ളം മാഗ്നൈസ്ഡ് വാട്ടർ ആവും നിങ്ങൾ പറഞ്ഞല്ലോ, അതെങ്ങനെയാ തെളിയിക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞു സാർ ഒരു ബോട്ടിൽ അടിക്കും, ഞാനിപ്പോ കാണിച്ചു തരാം. ഇതില് അയാൾ ഒരു ബോട്ടിൽ എടുത്തോണ്ട് തന്നു. അവിടെ നിന്ന് സാധാ പ്ലാസ്റ്റിക് ആണ്. ഞാൻ പറഞ്ഞത് ഗ്രേഡ് 1 പ്ലാസ്റ്റിക് ആണ് ഉത്തമം, ചില്ല് കുപ്പിയാണ് ഉത്തമം, അല്ലെങ്കിൽ ഗ്രേഡ് 1 പ്ലാസ്റ്റിക് ആയിരിക്കണം. സാധാ ബോട്ടിലാണിത്. ഏതായാലും നമ്മൾ ചെയ്തു നോക്കണം. അതിൽ വെള്ളം പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ അതിന്റെ അടുത്ത് ഡൊമോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഡൊമോ കൊടുക്കും. ഡോക്ടർ പറയും കൈ ഇത് ഇങ്ങനെ പിടിച്ചിട്ടാണ് പൊട്ടിക്കാതെ അങ്ങനെ പിടിക്കുക. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ, സാറിന് മനസ്സിലായില്ലെങ്കിൽ ജ്യേഷ്ഠന് മനസ്സിലായിട്ട് പിന്നെ ഡൊമോ കൊടുക്കാൻ വേണ്ടി ഈ വെള്ളം അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇതൊന്ന് കുടിക്കുന്നതാണ്. കുടിപ്പിച്ച് കുറച്ച് കൈമല് സാനിറ്റൈസർ പറ്റുമ്പോൾ കൈമല് പരട്ടി സാറിന് ഡൊമോ കൊടുത്തു. അന്നേരം പിന്നെ സാറ് ഒന്നും പറയുന്നില്ല. പിന്നെ അയാൾ വിളിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞു ഇതിന്റെ അവയർനെസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതിന് അവസാനം അയാൾ പറയാന്ന് എനിക്കൊന്ന് പരീക്ഷിക്കട്ടെ, എനിക്ക് ഷുഗർ ലെവൽ ഇത്തിരിയാണ്, അതുകൊണ്ട് ഉമ്മനെ പരീക്ഷണശാലാക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ, ഇതിന്റെ പൈസ എത്തിരാന്ന് വെച്ചാൽ അകത്ത് പോയി പൈസ എടുത്തോണ്ട് വന്ന് പ്രൊഡക്റ്റ് വാങ്ങി. ഇപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ അവര് പറയുന്നത് ഉമ്മക്ക് നല്ല മാറ്റമുണ്ട്, ഓനും നല്ല ആശ്വാസമുണ്ട്, പക്ഷെ ഓൻ പറയൂല, അവൻ ഡോക്ടറാണല്ലോ. ഇതാണ് അപ്പൊ നമ്മുടെ അവയർനെസ് ഏറ്റവും നല്ലത്. അപ്പൊ ഇന്നലെ സലീം സാറ് ഞങ്ങൾ രാവിലെ ഗൂഗിൾ മീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കേറുമ്പോ സലീം സാറ് ഓരോ കഥകളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളെ വിദ്യാഭ്യാസം എങ്ങനെയാ സാഗർ ജോഷി സാറ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നു, ഇതിന്റെ അവയർനെസ് തന്നു. അപ്പൊ നമ്മുടെ ശരീരം നമ്മൾ എങ്ങനെയാന്നുള്ളതിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് ഓക്കെ, ഇനിയും അവസരം കിട്ടിയല്ലോ, തിരക്കില്ല, വിശദമായിട്ട് പിന്നെ പറയാം. ഓക്കെ, നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയാണ് ഏത് ഡോക്ടർമാരോട് പോലും സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അടുത്ത ആൾ ഒരു 7 മണിയായി. എന്റെ പേര് അബ്ദുറഹ്മാൻ CH പുളിക്കൽ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനിത് 2 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. എന്റെ കൂടെ വന്നവർക്ക് റിസൾട്ടുകളുണ്ട്. അങ്ങനെ എനിക്ക് ഇരിട്ടിയില് ഒരു ഡോക്ടർക്ക് എനിക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റി. ഡോക്ടർക്ക് ഇതിനെപ്പറ്റി പഠിക്കുകയും അനസ്തേഷ്യ ഡോക്ടറാണ്. ഇന്നിപ്പോ ഡോക്ടർക്ക് അമ്മക്ക് വാങ്ങിക്കൊടുത്തതാണ്. അമ്മയിൽ നിന്നും കിട്ടിയ റിസൾട്ട് ഇന്ന് എനിക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുകയാണ്. കാരണം അത്രമാത്രം ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ടുകൾ ഡോക്ടർ തിരിച്ച് എന്നോട് പറയാൻ തുടങ്ങി. അതുപോലെ പല ആൾക്കും ഞാൻ ഈ സാധനം എത്തിക്കുകയും ഉടൻ തന്നെ റിസൾട്ട് 8.5 വർഷമായിട്ട് പാർക്കിൻസൺ രോഗം കൊണ്ട് കൈകൾ വരച്ച ഒരു ലേഡി, ഒരു 70 വയസ്സ് പ്രായമുണ്ട്. ആ സ്ത്രീ ഞാൻ നടന്നു പോകുമ്പോ ഇങ്ങനെ എനിക്ക് കടയുണ്ട്, ആ കടയിൽ കയറി വന്നപ്പോ ഞാൻ ഈ റിസ്റ്റും ബാറ്റർ അറിഞ്ഞ പാട് കയ്യിൽ കെട്ടി ഒരു 25 മിനിറ്റ് കൊണ്ട് വിറയല് മാറി ചായ കുടിച്ചപ്പോ ആ സ്പോട്ടില് എന്റെ അടുത്ത് സൂപ്പർ ഡീലക്സ് ഡബിൾ കിറ്റ് വാങ്ങിച്ചിട്ടാ എന്റെ അടുത്തുനിന്ന് പോയത്. അപ്പൊ ഇത്രമാത്രം റിസൾട്ട് ഉള്ള ഈ സാധനം പല ആൾക്കാരിൽ നിന്നും ചില എനിക്ക് ഗുണമില്ല പറയും, മാഷ് പറഞ്ഞ പോലെ. ഈ ഗുണയില്ലെന്ന് പറയുന്നത് കറക്റ്റായിട്ട് അവർ ഉപയോഗിക്കാതെ ഇരിക്കുന്നതുകൊണ്ടാണ്. ചില ആൾക്ക് ഇത് റിസോർവ് ആവും. കാരണം ശരീരത്തിൽ ഇത് പെട്ടെന്ന് ചില ആൾക്കാർക്ക് ഇത് ശരീരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിന് റിസ്റ്റ് പാടും. ഈ വെള്ളം മാത്രം കുടിച്ചിട്ട് 2 ദിവസം മാറി മാറി നമ്മളെ ശരീരത്തിലേക്ക് ഇത് ഉപയോഗപ്പെടുത്തി കൊണ്ടുവന്നിട്ട് വേണം ഇതിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ. അല്ലാതെ പേടിച്ചു പോയാൽ പിന്നെ ഉപയോഗിക്കില്ല. കാരണം പെട്ടെന്ന് പേടിച്ചു പോകും. എന്തൊക്കെയോ ആയിപ്പോയി എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചേൽപ്പിച്ചവരെല്ലാം ഉണ്ട്. പക്ഷെ രണ്ടാമത് ഞാൻ തിരിച്ചു പോയിട്ട്
ഈ സാധനം കൊടുത്ത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് സിംഗിൾ വാങ്ങിയവര് ഡബിള് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു തഹസിൽദാർക്ക് ഈ സാധനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രമാത്രം റിസൾട്ടുകൾ നമുക്ക് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കാൻ ഓരോരുത്തർക്കും ഈ വരുന്ന രാവിലെ നമ്മൾ ഈ സൂമിൽ കയറി പറയുമ്പോൾ അത് മനസ്സിലാവും. ഇത്ര എനിക്ക് പറയാനും സർ. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നിന്നാണ്, കാർത്തിനി എന്നാണ് പേര്. പിന്നെ ഞാൻ വീഡിയോയിലൊന്നും അങ്ങനെ വരാറില്ല, കാരണം എന്റെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി ആകെ നാശമായി കിടക്കലായിരുന്നു. എന്നാൽ ഞാനിപ്പോ ഇന്ന് വീഡിയോയിൽ ധൈര്യത്തിൽ വരുന്നുണ്ട്, കാരണം നമ്മളുടെ പിന്നെ എനർജി പാഡ് ചുറ്റിയ വെള്ളം കൊണ്ട് വായ കഴുകലും വായ്പുണ്ണ് പിന്നെ ഗ്യാസിന്റെ പ്രശ്നം എല്ലാത്തിനും എനിക്ക് നല്ല മാറ്റമുണ്ട്. അത് മാത്രമല്ല, ഞാൻ 30 വർഷമായി ചൂടുവെള്ളത്തിലാണ് കുളിക്കല്. എന്നാൽ ഞാനിപ്പം എനിക്ക് 59 വയസ്സുണ്ട്. എന്നാൽ ഞാനിപ്പം പച്ചവെള്ളത്തിൽ, വയനാട്ടിലെ പച്ചവെള്ളത്തിലാണ് കുളിക്കല്. പച്ചവെള്ളത്തിൽ ഈ വയനാട്ടിലെ തണുപ്പിൽ ഞാൻ ഇന്നലെയും കൂടി പച്ചവെള്ളത്തിലാണ് കുളിച്ചത്. ഞാൻ എന്നാളും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ക്ഷീരകർഷകയാണ്. നല്ല തണുപ്പുള്ള സമയമാണല്ലോ. പിന്നെന്ന് പറഞ്ഞാല് എനിക്ക് കാല് വേദന, കാലടി തൊട്ടിട്ട് അര വരെ ഭയങ്കര വേദനയായിരുന്നു, നീർക്കെട്ടായിരുന്നു. ഈ ചൂടുവെള്ളത്തിൽ കുളിച്ചാല് നമുക്ക് ഈ വേദനയ്ക്ക് കുറവുണ്ടാവുള്ളൂ. പക്ഷെ പച്ചവെള്ളത്തിൽ ഇപ്പൊ എനിക്ക് ആ നീർക്കെട്ട് വേദന യാതൊന്നുമില്ല. എന്റെ ഭർത്താവിനാണെങ്കിൽ എല്ലാ അസുഖങ്ങളും ഉള്ള ആളാണ്. BP ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിനും നല്ല മാറ്റമുണ്ട്. നമ്മൾ അൾട്രാബെറി ജ്യൂസും കൂടി കുടിച്ചപ്പോ ആ ഷുഗർ നോർമലായി, എല്ലാം നോർമലായി, ഉഷാറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. പിന്നെ എന്റെ മക്കളെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആദ്യം. പേരക്കുട്ടിക്ക് അപസ്മാരായിരുന്നു, അത് നല്ല കുറവുണ്ട്. ഡോക്ടർ പോയതാണ്. അടുത്തയാള് പറയൂ. എല്ലാവർക്കും എന്റെ പേര് ഗീതാ സുരേഷാണ്. എടത്തൽ പഞ്ചായത്ത് യൂനിസ് ബായി ആണ് എന്നെ ഇതിലേക്ക് കൊണ്ടത്. എന്റെ ലീഡർ യൂനിസ് ബായി ആണ്. റിസൾട്ടും ഞാനൊരു പേഷ്യന്റ് ആയിരുന്നു, ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കാല് മരവിപ്പ്, കൈ മരവിപ്പ്, പുകച്ചില്, ഇങ്ങനെ ഒത്തിരി ദുരിതം അനുഭവിച്ച് വന്ന സമയത്ത് എനിക്ക് യൂനിസ് ബായി ആണ് ഇത് തന്നത്. ഈ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് എന്റെ കയ്യിലെത്തുകയും ഇന്നിപ്പോ എന്റെ കുടുംബത്തിൽ പലർക്കും ഓരോരോ രോഗങ്ങളുടെ അടിമകളായിരുന്നു. എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത് മൂലക്കുരുവിന് വരെ എന്റെ ഹസ്ബൻഡിന് റിസൾട്ട് കിട്ടി. എന്റെ മൂക്ക് ചെന്നിക്കുത്തിന് റിസൾട്ട് കിട്ടി. ഞാൻ കൊടുത്തിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി റിസൾട്ടുകൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എല്ലാം ഒന്നും പറയാൻ നമുക്ക് ഇതിൽ സമയമില്ലല്ലോ. ഷോക്ക് വന്ന് തളർന്നു പോയിരുന്ന 10 അടി വെച്ച് ബാത്റൂമിൽ പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊടുത്തവരിന്ന് കിച്ചണിലെല്ലാം ചോറും കറിയും വെക്കുന്നു, വിളക്ക് കത്തിക്കുന്നു. അങ്ങനെ ഭയങ്കരമായ റിസൾട്ടുകൾ. ബൈക്കിൽ നിന്ന് വീണ് നടുപാടില്ലാണ്ടിരുന്ന ഒരു മേഡം ഇന്ന് നല്ല സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ നിന്ന് മാത്രം ഉണ്ടായ റിസൾട്ടുകളാണ്. അങ്ങനെ പറഞ്ഞാലൊന്നും തീരില്ല. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഗുഡ് മോർണിംഗ്. ഈ സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ സലീം കൊടുങ്ങല്ലൂരാണ്. സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് പറയാതെ പറ്റില്ല. ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് ഹൃദയം പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. എന്റെ ഒരു സഹോദരന്റെ ഭാര്യ 2 വർഷത്തിന് മുൻപ് എന്റെ ഒരു സഹോദരന്റെ ഭാര്യ കൊച്ചിയില് സ്റ്റോക്ക് വന്ന് ആശ്രയം മെഡിസിറ്റിയില് 5 മാസവും 22 ദിവസവും അവിടെ കിടന്നു. 65 ലക്ഷം രൂപ ചെലവ് ചെയ്തു. ലാസ്റ്റ് അവര് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. വാട്ടർ അറേഞ്ച്മെന്റ് സിറ്റുവേഷൻ അതായത് മറ്റേ വാട്ടർ ബെല്ലുമ്പോ കിടത്താൻ പറഞ്ഞു. ആളുടെ അടിഭാഗം പൊട്ടാതിരിക്കാൻ. അങ്ങനത്തെ വ്യക്തിക്ക് ഈ പ്രോഡക്റ്റ് പറഞ്ഞു. ആദ്യം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നിർബന്ധപരമായിട്ട് മേടിപ്പിച്ചു. എന്റെ സഹോദരി കൊണ്ട് ആയതുകൊണ്ടാണ്, എന്റെ അനിയന്റെ ഭാര്യ ഞാൻ നിർബന്ധിക്കാൻ കാരണം. അങ്ങനെ മേടിച്ച് ഉപയോഗിച്ചു. 4 ആള് പൊക്കി വീൽചെയറും വിരിച്ച് ടോയ്ലറ്റിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേനും ക്രിയകളെല്ലാം കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു വ്യക്തി 24 ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഒറ്റക്ക് ഈ ബെഡില് എഴുന്നേറ്റ് ഭിത്തിയിൽ ചാരിയിരിക്കുന്ന ഒരു പടം എനിക്ക് ഫോണിൽ കാണിച്ചു തരികയാണ്. എനിക്ക് തന്നെ ഞാൻ പഠിച്ചവനോട് ആ സമയത്ത് എത്രയോ പ്രാർത്ഥിച്ചാലും എത്രയോ നമസ്കരിച്ചാലും പോരാന്നുള്ളതാണ്. നമ്മളിത് കൊടുക്കുമ്പോ ഒരു
നമുക്കൊരു നെയ്യറ്റുണ്ട്. ആ വ്യക്തിക്ക് ഇത് ഗുണം ചെയ്യണം ഒരു പ്രാർത്ഥന എന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഇന്ന് ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്നിരിക്കുന്നത് ഈ പ്രോഡക്റ്റിന്റെ പവറാണ്. ഈ 65 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് രോഗം വന്ന ഹോസ്പിറ്റലിൽ നമ്മൾ പോവാതിരിക്കില്ല. പിന്നെ അപ്പൊ ഇതാണ് ഈ സ്റ്റോക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഈ സ്റ്റോക്ക് ബ്ലോക്ക് അറ്റാക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്താണ് സൊല്യൂഷൻ? ലോക മെഡിക്കൽ സയൻസ് ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് അറ്റാക്ക് ബ്ലോക്ക് സ്റ്റോക്ക് വരുന്നേക്കുമ്പോ നമുക്ക് എക്കോസ്പ്രീനോ ആസ്പ്രീനോ ഡോക്ടർമാര് തരൂല. നമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെറും നമ്മുടെ വീട്ടിൽ കുടിക്കുന്ന വെള്ളം കൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുടെ ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മിണ്ടാതിരിക്കുന്ന ആളുകൾ ഞാൻ മനസ്സിലാക്കും, തെറ്റിദ്ധരിക്കരുത്. കോർട്ടിസോൾ ഹോർമോൺ എന്ന ഹോർമോൺ ബോഡിയിൽ ഉത്പാദനം ഇല്ലാത്തതിന്റെ പേരിലാണ് അലസത. സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാരണം അതല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും ഒരാൾ പാഴാക്കില്ല. ചാടിക്കേറി വന്ന് പറയുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഹോർമോണിന്റെ കുറവുണ്ട്. അതായത് കറക്റ്റായിട്ട് ഉറങ്ങുക, കറക്റ്റായിട്ട് 5 മണിക്ക് മുൻപ് എഴുന്നേക്കുക. അങ്ങനെ എഴുന്നേക്കേണ്ട ആൾക്കാർക്കാണ് ഈ കോർട്ടിസോൾ ഹോർമോൺ ഉത്പാദനം നടക്കാത്തതിന്റെ കാരണം. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ഇന്ന് ചിങ്ങപ്പുലരി പറയുന്ന ദിവസമാണ്. എല്ലാവർക്കും അടുത്ത ചിങ്ങമാസം വരെയും നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും സമ്പത്തും സർവീസിനും പ്രധാന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ 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 കേൾക്കാമോ? കേൾക്കാം. എന്തായാലും സലീമുക്ക് എന്തോ ഹോർമോണില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. ഹോർമോൺ എല്ലാവർക്കും ഉണ്ട് സലീമുക്ക. പക്ഷെ എല്ലാരും പുതിയ ആൾക്കാർ പറ്റിയെന്ന് വിചാരിച്ച് മാത്രം പറയാതിരിക്കുന്നതാണ്. വേറൊന്നുമല്ല, ഹോർമോണിന്റെ കുറവൊന്നുമല്ല. നമ്മുടെ ബയോട്ടോറിയക്കാർക്ക് ഹോർമോണിന്റെ ഒരു കുറവുമില്ല കേട്ടോ. എല്ലാ ഹോർമോണും ഒക്കെയാണ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു പുതുവർഷ പുലരി ആശംസിക്കുകയാണ്. ഇന്ന് ചിങ്ങം ഒന്നായിട്ട് ഞാൻ റിസൾട്ട് പറയാനിപ്പോ കുറെ നാളായി വന്നിട്ട് എന്റെ റിസൾട്ട് പഴയ ആൾക്കാർക്ക് ഒക്കെ അറിയാവുന്നതാണ്. അപ്പൊ ഇപ്പൊ കുറച്ച് നാളായപ്പോ പുതിയ ആൾക്കാർ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. എന്റെ പേര് സരിത എന്നാണ്. ഞാൻ പടമുകളാണ് താമസിക്കുന്നത്. പ്രശ്നമുണ്ടായ ആളാണ്. ഒരു 18 വർഷത്തോളം ഞാൻ മെഡിസിൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇതുപോലെ ഇരുന്ന വ്യക്തിയൊന്നും അല്ല. എന്റെ ഫോട്ടോ ഇപ്പൊ ഗ്രൂപ്പിലും ഒക്കെ വന്നിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഗ്രൂപ്പിലൊക്കെ ആ ഫോട്ടോ ലീഡേഴ്സിനോട് ചോദിച്ചാൽ തരും. എല്ലാ ലീഡേഴ്സിന്റെ കയ്യിലും ആ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ലീഡറിനോട് ചോദിക്കുക. അപ്പൊ അവർ കാണിച്ചു തരും. അപ്പൊ എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് ആ ഫോട്ടോയിലൂടെ തന്നെ അറിയാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും 18 വർഷം ഞാൻ മെഡിസിൻ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ കുറച്ച് പൈസയുടെ മെഡിസിനൊന്നും അല്ല ഉപയോഗിച്ചേക്കണത്. ഒരു ദിവസം ഒരു 15-18 രൂപയോളം മെഡിസിന് വേണ്ടി തന്നെ പോയതാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ പകുതി ഫുഡല്ല ഞാൻ കഴിച്ചത്, മെഡിസിൻ ആണെന്ന് തന്നെ പറയാം. കാരണം 4 കിറ്റൊക്കെ ആയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരാറ്. അപ്പൊ കൂടുതലും മെഡിസിൻ തന്നെയാണ് കഴിക്കുന്നത്. അതുപോലെ പിന്നെ കൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്നാണ്, അവിടുത്തെ ഡോക്ടറാണ് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന് 3 ഇരട്ടി വണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് ഫോട്ടോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാം. കാരണം നീരായിരുന്നു, അത് വണ്ണമല്ല, നീരായിരുന്നു. അപ്പൊ എനിക്ക് മൂത്ത മോനുണ്ടായി. അവന് 1 വർഷമായപ്പോഴാണ് ഈ അസുഖം തുടങ്ങിയത്. ഇപ്പൊ 21 വയസ്സ് കഴിഞ്ഞു അവന്. അവന്റെ പിറന്നാളിന് തുടങ്ങിയ അസുഖമാണ്. അപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെറിയൊരു പെയിൻ ആയിട്ടാണ് വന്നത് ഈ കൈയുടെ. പിന്നെ അത് ബോഡി കംപ്ലീറ്റ് പെയിൻ ആയി. അങ്ങനെയാണ് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടും അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സാണ് 0% കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടെസ്റ്റിലൊന്നും അത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ലാസ്റ്റ് ആണ് ഇവിടേക്ക് ചെന്നത്. അവിടെ റുമാറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വേണുഗോപാലിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിയാണ് പറഞ്ഞത് 0% ഉള്ളത് കൊണ്ടാണ് ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്, സംഭവം ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം എനിക്ക് നടക്കാൻ പറ്റില്ല, തീരെ കിടന്നു പോയൊരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. എല്ലാം പരസഹായം ഇല്ലാതെ ചെയ്യാൻ. അപ്പൊ അങ്ങനെ എന്റെ ഫ്രണ്ടായിട്ട്, എന്റെ ലീഡർ യൂനസ് സാറാണ്, അദ്ദേഹം എന്റെ ഫ്രണ്ടായിരുന്നു. അപ്പൊ എന്റെ പ്രശ്നങ്ങൾ പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റും കൊണ്ട് ലീഡേഴ്സ് വീട്ടിൽ വന്നത്. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. എനിക്ക് ഇന്ന് ദൈവം സഹായിച്ചൊരു 4 വർഷം ആയി ഞാനിപ്പോ ഒരു മെഡിസിനും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഒരു മെഡിസിൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്നതന്നെയല്ല, എന്റെ ബോഡിയാണ് നീരൊക്കെ പോയി. ഇപ്പൊ എന്താ പറയാ, ആ ഒരു ഇപ്പൊ ഞാൻ അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മോർ പവർ ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ ഫുൾ ടൈം വെള്ളവും റെസ്റ്റ് അതൊന്നും മാറ്റി വെക്കാറില്ല എന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട്. കാരണം അത്രയും നാൾ കിടപ്പിലായൊരു പോയ ആളാണ്. 18 വർഷം എന്ന് പറയുമ്പോ 18 വർഷം എന്ന് പറയുന്നത് ചില്ലറ കാലയളവല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ ഒരു മക്കളെ പോലെ തന്നെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ്. അതെനിക്ക് എത്തിച്ചു തന്ന ലീഡേഴ്സും അതുപോലെ ഡോക്ടർ സാഗർ ജോഷി സാറിനൊക്കെ എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല എന്നുള്ളതാണ്. പിന്നെ എന്റെ ഹസ്ബൻഡിന് ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായതാണ്. ഇൻസുലിനൊക്കെ എടുത്തോണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അത് മാറി. ഇപ്പൊ ഞാൻ മക്കൾക്കും എല്ലാവർക്കും ഈ ബെഡ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം നമ്മളിത് ചെയ്തു, നമുക്ക് റിസൾട്ട് കിട്ടി. മക്കൾക്ക് ഭയങ്കര മടിയാണ് അത് ഉപയോഗിക്കാൻ. കൈമക്കെട്ടൊക്കെ പറഞ്ഞ് ഭയങ്കര, പിന്നെ ഞാൻ ഒച്ചപ്പാടും ദേഷ്യമൊക്കെ പെട്ട് വീട്ടിലിരിക്കുമ്പോഴെങ്കിലും കൈമടച്ചോ കെട്ടിക്കൊടുത്തേ കിടക്കണത്. പിന്നെ ബെഡിലായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അവര് നമ്മളെ പോലെയല്ലല്ലോ, നമ്മൾ പറഞ്ഞ അതിനെ റിജക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവരുടെ പ്രായം അതാണല്ലോ. എന്നാലും അവർക്ക് വിശ്വാസമുണ്ട്, കാരണം ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ അത്രയും എടുത്ത് ചെയ്യാറില്ല. ഞാൻ ടൈം കൂടുതൽ പറഞ്ഞു എന്റെ റിസൾട്ട് അത്രയും ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതുപോലെ കൊടുത്ത വ്യക്തികൾക്ക് വെരിക്കോസ്, എന്റെ പോലെ തന്നെ അസുഖമുള്ള വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് എനിക്ക് കൊടുക്കാനും സാധിച്ചു. എന്തായാലും ഞാൻ ഇതിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയും റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ എല്ലാ പുതിയ ആൾക്കാരും ഇതിലേക്ക് വിശ്വസിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ പറയൂ, അടുത്ത ആളുകൾ വരൂ. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. യൂനുസ് ഭായ്, അയ്യൂബ് ഇരട്ടിയാണ്. പറയൂ. ഞാനിങ്ങനെ സലീംക്കെല്ലാം പറഞ്ഞപ്പോ നമ്മളെ മാളത്തത് കുറച്ച് ചാടിയതാ. റിസൾട്ടുകൾ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പുതിയ പുതിയ ആൾക്കാരെ ഓരോ റിസൾട്ട് കേൾക്കുമ്പോ നമ്മളിങ്ങനെ കോരിത്തിരിച്ചിരിക്കുക. കാരണം വെച്ചാൽ ഇത് ആരുടെയും പ്രത്യേകത, ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചൊരു സൃഷ്ടിപ്പാണ്. അപ്പൊ അത് സാഗർ ജോഷി എന്ന മഹാനായ ഒരു ഡോക്ടർ അതിനെപ്പറ്റി പഠിച്ച് നമ്മളെ കൈകളിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് ആദ്യം അദ്ദേഹത്തിന് നൽകുകയാണ്. ഇതിനെപ്പറ്റി പെട്ടെന്ന് മനസ്സിലായി. ഇന്നലെ മിഞ്ഞാന്ന് എന്റെ ഒരു അളിയൻ മരിച്ചു. നമ്മളിപ്പോ കുടുംബത്തിലേക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വിശ്വാസം വരുന്നില്ല. അപ്പൊ അതിൽ വലിയ സങ്കടമാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൈകളിൽ എത്തിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ ഒന്നുമില്ല ഒരു അന്ധവിശ്വാസവും മറ്റുള്ള ഇതൊന്നും മരുന്നോ കാര്യമൊന്നുമില്ല. ഇത് പഠിച്ചോ ഭൂമിയിൽ വെച്ചൊരു സംവിധാനം, 5 സംവിധാനം. ഇപ്പൊ സൂര്യ നമ്മൾ ഉച്ച കാണുന്നുണ്ട്, ഇപ്പൊ രാവിലെ. അതുപോലെ വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്, വായു ശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ന്യൂട്രീസ് ഫുഡ് കഴിക്കണം. ന്യൂട്രീസ് ഫുഡ് ഒന്നും പറയാതിരിക്കാനല്ലേ ഇപ്പോഴത്തെ. അപ്പൊ അത് നമ്മൾ വെറി ജ്യൂസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ മേക്കപ്പ് ആവും. 5-മത്തെ ഇപ്പൊ ഈ കൺസെപ്റ്റ് ശരിക്കും ഭൂമിയിൽ നമുക്ക് കിട്ടുന്നില്ല. മനുഷ്യനും വളർത്തു മൃഗങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ചെരുപ്പഴാണ് നടക്കാണ് കിട്ടും. ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇരുട്ടിയിൽ ഒരു ഇങ്ങനെ നടന്ന് പോയി. അയാൾ ഇതൊരു ചെരുപ്പിടുന്ന കണ്ടില്ല. അപ്പൊ വെറുതെ സംസാരിക്കുമ്പോ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അസുഖം ഉണ്ടെന്ന് ചോദിച്ചു. എനിക്കൊന്നും ഒരു പ്രശ്നമില്ല, ഒരു അസുഖമില്ല. അയാൾ ചെരുപ്പിടില്ല. അപ്പൊ ഇതുപോലെ ശരിക്കും ചെരുപ്പഴാണ് നടക്കാൻ പറ്റൂല. ഇന്നത്തെ സാഹചര്യത്തിൽ അതായിരിക്കും സാധ്യമല്ല. ചെരുപ്പിടാണ്ട് നടക്കുകയോ പഴയ പോലെ വീടുകൾ സെറ്റപ്പ് ആക്കാനോ വണ്ടി ഉപയോഗിക്കാതിരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഈ പ്രൊഡക്റ്റ് മസ്റ്റാണ്. എന്റെ ഒരു അയൽവാസി തൊട്ടടുത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു 2-3 വീടിന്റെ അപ്പുറമാണ് പരീത് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇതുപോലെ സ്റ്റോക്ക് വന്നു. അതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്. ഹോസ്പിറ്റലിൽ കടന്ന് കാല് കടച്ചതൊക്കെ ഞാൻ 2 ദിവസം പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുത്തു. അപ്പൊ നല്ല മാറ്റം ഉണ്ടായി വന്നു. അപ്പൊ ഞാൻ പറയാം, എങ്ങനെയെങ്കിലും ഉപയോഗിക്കും മേടിച്ചിട്ട്. കാരണം ഇത് ചെറിയ പൈസയുള്ളൂ, 25 വർഷം ഉപയോഗിക്കണ്ടല്ലോ. അപ്പൊ അത് അത്രയും പ്രത്യേകത. അദ്ദേഹം സ്റ്റോക്ക് വന്ന് ഗവൺമെന്റ് കണ്ണൂർ കാണിച്ചു. ഞാൻ മോനെ വിളിച്ചും പറഞ്ഞ് ഇങ്ങനെ റൂമൊന്നും കിട്ടിയിട്ടില്ല. എന്നാ ഞാൻ പറയും വേറെ എവിടെയും കാണിക്കണ്ട, ഇങ്ങോട്ട് പോയിട്ട് വന്ന് പിറ്റേന്ന് തന്നെ ഞാനും കുടിക്കലിലെ വിജയ് സാറും അങ്ങനെ 2-3 ആൾക്കാർ പോയി 9-8-4 പ്രൊഡക്റ്റ് കൊടുത്തു. പ്രൊഡക്റ്റ് കൊടുത്ത് പിറ്റേന്ന് പോയി നോക്കുമ്പോൾ അദ്ദേഹം എണീച്ച് നിസ്കരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2-മത്തെ ദിവസം 3-ാമത്തെ ദിവസം പോയി നോക്കുമ്പോണ്ട് അയാൾക്ക് ബാത്റൂമിൽ നടന്നു വരുന്നു. ഇത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. ശരിക്കും കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ പാട്ടൊക്കെ ഒരു കാല് നിലത്ത് വെക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇത് ശരിക്കും ഉപയോഗിപ്പിക്കുക, എല്ലാവർക്കും എത്തിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ എല്ലാവരും അർപ്പിതമാണ്. കാരണം വെച്ചാല് ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ പണി ഇത് ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ്. ഇതിൽ വേറെ
ആളെ പറ്റിക്കലോ മണി ചെയിനോ മറ്റുള്ള അങ്ങനെയുള്ള ഒന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി പഠിക്കാതെ മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അവരോട് ദേഷ്യം പിടിച്ചിട്ടോ അവരോട് പിന്നെ മറ്റുള്ള രീതിയിൽ വെറുപ്പ് വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്കിതിപ്പോ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയോണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. ഏഴരയായിട്ടുണ്ട്. ആരുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. ഞാൻ വീഡിയോ ഓൺ ആക്കണില്ല. എന്റെ പേര് സിന്ധു. ഞാൻ തൃക്കാക്കരയിൽ നിന്നാണ്. എനിക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത് കളമശ്ശേരി യൂനിസ് സാർ തന്നെയാണ്. ഞാൻ ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് വന്നിട്ടാണ് ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വന്ന റിസൾട്ട് എന്താന്ന് വെച്ചാൽ, എന്റെ ആദ്യം വന്ന റിസൾട്ട് തന്നെ കണ്ണിന് എനിക്ക് ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങള് നമ്മുടെ റേഡിയേഷൻ തടയുന്നുള്ളത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു പുതിയൊരു ഇത് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ഞാൻ കൊടുത്തിട്ട് ഇവിടുത്തെ വാർഡ് കൗൺസിലറിന് കൊടുത്തിട്ടുണ്ട്. സാറിന്റെ ഫാദറ് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ബാപ്പ ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കണില്ല ഉറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ നടക്കാനൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നടക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ പുറത്തൊക്കെ വന്നിരിക്കുന്നൊക്കെ ഉണ്ട്. ഉമ്മയാണെങ്കിലും കാലുവേദനയൊക്കെ മാറിയിട്ടുണ്ട്. റിസ്റ്റ് ബാൻഡ് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സാറിന് എങ്ങനെയുണ്ട്? ഇങ്ങനെ എപ്പോഴും നടുവേദനയായിരുന്നു, അതായിരുന്നു ആദ്യം ഞങ്ങളോട് പറഞ്ഞിരുന്ന പ്രശ്നവും ഇതായിരുന്നു. എങ്ങനെയുണ്ട് എന്ന് വെച്ചപ്പോ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ആ നടുവേദന ഇപ്പൊ ഇല്ല, പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇതൊന്നും അറിയില്ല, ആ നടുവേദന എവിടെ പോയി എന്നറിയില്ല, എന്തോ എനിക്കത് മാറിപ്പോയി. അപ്പോ കുറെ ആൾക്കാർ ഇത് ഇങ്ങനെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് മാറി എന്നുള്ള ഒരു റിസൾട്ടിനേക്കാളും അവർക്കിത് മാറിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്നറിയാത്തതാണ് അവരുടെ ഒരു ഇത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്ത ഒരാളെ കണ്ടിരുന്നു. അപ്പൊ അവര് പറയുന്ന ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, അവർക്ക് നല്ല മാറ്റങ്ങളുണ്ട്, പക്ഷെ ഈ അവർക്കൊരു ശ്വാസം മുട്ടായിരുന്നു അവരുടെ പ്രശ്നം. അവരിത് ഉപയോഗിക്കുമ്പോ ആ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ആ ശ്വാസം മുട്ടലിന് വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അവര് ഇത് മാറ്റി വെക്കുമ്പോ, ഞാനിത് ഒരു ദിവസമൊക്കെ മാറ്റി, അപ്പൊ ഇതിന് വ്യത്യാസം വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളത് എന്താ മാറ്റി വെക്കുന്നേ? അത് ഞാൻ മാറി മാറി വേറെ പലർക്കും കൊടുക്കുന്നു. ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് കൊണ്ട് അവര് വേറെ ഹസ്ബൻഡിന് മാറി കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മളിപ്പോ വാങ്ങിക്കുമ്പോ അവർക്ക് ആ റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ, അവരത് ഉപയോഗിക്കണില്ല, അവരാ ബെൽറ്റ് ഉപയോഗിക്കണില്ല, റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കണില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ അവര് പൂർണ്ണമായി ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. നിങ്ങളത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, നിങ്ങൾ തന്നെ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ വേറൊരു നല്ലൊരു റിസൾട്ട് നമ്മുടെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിക്ക് കൊടുത്തിട്ടുള്ളതാണ്. ആ കുട്ടി കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോ അവര് പറയുന്നത്, ആ കുട്ടി ഇപ്പോ നല്ലൊരു ബെറ്റർ റിസൾട്ടിലേക്ക് എത്തി. കാരണം അത് ആ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. അവരുടെ പേരൻസും ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് നേരത്തെ ഈ കുട്ടി വാങ്ങിക്കുന്നതിന് മുന്നേ മേടിച്ച് ഉപയോഗിച്ച ആൾക്കാരാണ് ആ കുട്ടിയുടെ ടീച്ചേഴ്സ്. അപ്പോ ഈ കുട്ടി ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ഇപ്പോ ക്ലാസ്സിലൊക്കെ നല്ല നോർമൽ ലെവലിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ടീച്ചേഴ്സ് പറഞ്ഞിട്ടും നല്ലൊരു പോസിറ്റീവ് ഇത്. അപ്പൊ വേറെ ഈ സ്പെഷ്യൽ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരൻസ് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്, നല്ല ഇതായിട്ട്
അവർക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട്. കാരണം ഈ കുട്ടിയുടെ ഈ ഹൈപ്പർ ആയിട്ടുള്ള ആക്റ്റീവ് ഒക്കെ മാറി ഈ കുട്ടി കുറച്ചും കൂടി നോർമലിലേക്ക്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ സ്പീച്ച് തെറാപ്പിക്ക് ആ കുട്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. സംസാരം കുറേയും കൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുന്ന വാക്കുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കുറച്ച് വാക്കുകളെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോ ആ വാക്കുകൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടിയുടെ ഒരു നല്ലൊരു പോസിറ്റീവ് റിസൾട്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഈ പ്രൊഡക്റ്റ് നെഞ്ചോട് ചേർത്ത് അപ്പോ താങ്ക് യു. ഞാൻ ഇത്രയും പറയാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീകുമാർ സാർ. ഞാൻ ശ്രീകുമാർ, കൊല്ലം ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ആണ്. ഇന്നത്തെ നല്ല നല്ല കുറെ റിസൾട്ടുകൾ കേട്ടു. ഞാന് ഇന്നലെ നമ്മുടെ കൊട്ടാരക്കര ഒരു BOP ഉണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് രാജു ഡോക്ടർ ആദ്യമായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇന്ന് പറഞ്ഞ ആ പാസ്റ്ററെ പരിചയപ്പെടുത്തി. ആ പാസ്റ്റർ ആ പ്രോഡക്റ്റ് മേടിച്ചിട്ട് 3 ദിവസമേ ആയുള്ളൂ. അന്നേരം കൈക്ക് ചെറിയ വിറയലുണ്ട്, ചെറുതായിട്ട് വിറയലുണ്ട്. അന്നേരം ഞാൻ പരിചയപ്പെട്ടിട്ട് ചോദിച്ചു. അന്നേരം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാൻ ഗുളിക കഴിപ്പ് നിർത്തിയെന്ന്, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഗുളിക നിർത്തിയെന്ന്. 3 ദിവസമായതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ 3 ദിവസമായിട്ട് അങ്ങനെ ഗുളിക പെട്ടെന്ന് നിർത്തരുത് സാറേ, എനിക്ക് അരമണിക്കൂർ ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഞാൻ 2 ദിവസം കൊണ്ട് ആ ഗുളിക നിർത്തിയിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഞാനിവിടെ ദൃക്സാക്ഷിയായി ഇന്നലത്തെ ആ ഒരു റിസൾട്ട്. അതൊരു ഭയങ്കര അത്ഭുത റിസൾട്ടാണ്. ഇതുപോലെ ഞാൻ പാർക്കിൻസൺസിന് കൊടുത്ത് അരമണിക്കൂർ കൊണ്ട് കൈക്ക് പറയൽ കിട്ടിയ കേസുകളുണ്ട്. പിന്നെ ഞാൻ ഈ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുക്കാനുണ്ടായ കാരണം, ഇതിനകത്ത് പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ എടുക്കാനുണ്ടായ കാരണം എനിക്ക് 15 വർഷമായിട്ട് അലർജി ആയിരുന്നു. ആ അലർജി 7 ദിവസം കൊണ്ട് മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിക്ക് ഇയർ ബാലൻസിങ്, അമ്മയ്ക്ക് വെരിക്കോസ്, അങ്ങനെ 20ഓളം പേർക്ക് കൊടുത്ത് അതിന്റെ 20 പേരുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആദ്യം ഒരു പിക്ക സെന്റർ എടുക്കുന്നത്. പിക്ക സെന്റർ എടുത്തപ്പോഴത്തേക്ക് ആ പിക്ക സെന്ററിന്റെ പ്രോഡക്റ്റ് കൊണ്ട് തികയാതെ വന്നപ്പോഴാണ് ഞാൻ ഈ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിയെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുത്തു. അങ്ങനെ ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ കുറെ നല്ല ടീമായി. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇതിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു 10 പേർക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു മെമ്പർ ആവും. അതുപോലെ ഈശ്വരൻ നമ്മുടെ പ്രസാദിക്കും. ഒരു 10 പേരിൽ നമ്മൾ ഈ റിസൾട്ട് നമുക്കായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് കിട്ടി തുടങ്ങും. പിന്നാണ് നമുക്കിതിന്റെ ഒരു വളർച്ച നമുക്ക് ഓരോരുത്തരും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആരും ഇതിനകത്ത് മടിച്ചോ അറച്ചോ നിൽക്കരുത്. ഇതിൽ സംഭവിക്കുന്നത്, നമ്മൾ ചെന്ന് ഓരോരുത്തരുടെ അടുത്ത് പറയുമ്പം ആളുകൾ കളിയാക്കും. എന്നാ പിന്നെ ഇനി നിങ്ങൾ മതിയല്ലേ, ആശുപത്രി ഒന്നും വേണ്ടല്ലോ, ഇപ്പോൾ ഡോക്ടർ വേണ്ടല്ലോ, നിങ്ങൾ മതി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ അങ്ങ് പുറമോട്ട് പോയി. എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത നാണക്കേട് കേൾക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നും അല്ല. അതാണ് പറയുന്നത്, സ്വന്തം ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ ഇനി ആര് എന്ത് പറഞ്ഞാലും നമ്മളെ തളർത്താൻ പറ്റത്തില്ല. അതിനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു 10 പേർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് നമ്മളിലൂടെ ആളുകളുടെ കയ്യിൽ എത്തിച്ചാൽ നമ്മൾ സൂപ്പറായിട്ട് ഈ പ്രോജക്റ്റിൽ നമ്മൾ വിജയിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ജയ് ഈ ബയോട്ടോറിയം. ഹലോ, ഞാൻ ഭാസ്കരൻ വടകരയാണ്. എന്റെ റിസൾട്ട് വളരെ അമേസിംഗ് റിസൾട്ടുകളാണ്. ഞാൻ കിതപ്പ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എനിക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് വളരെ എനിക്ക് കിതപ്പ് രോഗമായിരുന്നു. അപ്പോ വീട്ടിൽ നിന്ന് പുറത്ത് പോകാറില്ലായിരുന്നു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് വളരെ അധികം പ്രയോജനം ലഭിച്ചു. പിന്നെ നല്ല ഉഷാറും നല്ലൊരു ഉന്മേഷവും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയ റിസൾട്ട് പ്രകാരം ഞാൻ മറ്റൊരു സ്ട്രോക്ക് ബാധിച്ച ഒരാൾ കൊടുത്തു. അവർക്ക് സ്ട്രോക്ക് വളരെ വേഗം തന്നെ കുറഞ്ഞു. അവർ പ്രവർത്തിയെടുക്കാനൊക്കെ തുടങ്ങി.
അങ്ങനെ പിന്നെ വെരിക്കോസ് ബാധിച്ച ഒരു രോഗി കൊടുത്തു. വെരിക്കോസ് രോഗിക്കും വളരെ ആശ്വാസം ലഭിച്ചു. പിന്നെ ശ്വാസം മുട്ടൽ രോഗി കൊടുത്തു. അങ്ങനെ പലർക്കും പല റിസൾട്ടുകളും കിട്ടി. പിന്നെ ഒരു സ്ഥലത്ത് പിന്നെ കുഴഞ്ഞു വീണു ഒരാള്, പിന്നെ ഒരു പരിപാടി നടക്കുമ്പോൾ. അപ്പൊ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് വളരെ നെയ്തേറ്റിരുന്നതാണ്. അങ്ങനെ പല റിസൾട്ടുകളും വന്നു. അങ്ങനെ പിന്നെ വളരെ ഹാപ്പി ആയിരിക്കുകയാണ്. ആരിലൂടെ വെച്ചേക്കാം, അവന് കൊടുക്കണേ. അപ്പൊ ഒരുപാട് റിസൾട്ടുകൾ ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു. നമ്മൾ ഇതുവരെയും കേൾക്കാത്ത തരം റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള നമുക്കറിയില്ലാത്ത, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത റിസൾട്ടുകളാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഈ ഒരു മാഗ്നറ്റ് തെറാപ്പിയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് നമ്മളെല്ലാവരും അവകാശപ്പെടുമ്പോഴും അത് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലോട്ട് വന്നത്. അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, നെഞ്ചിലേറ്റുക, ജനങ്ങളോട് എത്തിക്കാൻ തയ്യാറാവുക. എന്നിരുന്നാലും ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അതിനുവേണ്ടി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി എന്ത്, ഏത്, എങ്ങനെ എന്ന് പറഞ്ഞുതരാൻ വേണ്ടി നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായ മനോജ് സാറിനെ ഞാൻ വളരെ ഹാർദവമായി ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മനോജ് സാർ.